കർത്താവിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. തിരുവചന പഠനത്തിനായിട്ട് ദൈവം നമുക്ക് വീണ്ടും അവസരങ്ങളെ നൽകുന്നുവല്ലോ. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുകയാണ്. റോമാലേഖനത്തിന്റെ പഠനമാണ് നാം തുടർന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ 9-ാം അധ്യായത്തിന്റെ ആദ്യ ഭാഗം കഴിഞ്ഞ ക്ലാസ്സിൽ നാം ആരംഭിച്ചു. ഇന്ന് അതിനെ തുടർന്നുള്ള ചില വിഷയങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം എന്ന് കരുതുകയാണ്. വളരെ പ്രധാനപ്പെട്ട അധ്യായങ്ങളാണ് റോമാലേഖനം 9, 10, 11 അധ്യായങ്ങൾ. ഈ അധ്യായങ്ങളെ നമ്മൾ ഏത് നിലയിൽ മനസ്സിലാക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ വിവിധ വീക്ഷണങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. ഇന്നൊരു പക്ഷേ ദൈവിക പദ്ധതിയെക്കുറിച്ചുള്ള വീക്ഷണങ്ങളിൽ പ്രധാനപ്പെട്ട വീക്ഷണങ്ങളെല്ലാം ഉടലെടുത്തിരിക്കുന്നത് ഈ 3 അധ്യായങ്ങളുടെ അടിസ്ഥാനത്തിൽ, പ്രത്യേകിച്ച് ഇതിൻ്റെ വ്യാഖ്യാനത്തോടുള്ള ബന്ധത്തിലാണ്. അതുകൊണ്ട് തന്നെ ദൈവിക പദ്ധതികളെ കൃത്യമായിട്ട് മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും ഈ വചനഭാഗങ്ങളുടെ പഠനവും അതുപോലെ അത് മനസ്സിലാക്കുന്നതും വളരെ അത്യാവശ്യമായിരിക്കും. മാത്രമല്ല, നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് വളരെ വളരെ ഉറപ്പിക്കുന്ന വേദഭാഗങ്ങൾ നമുക്ക് ഈ ഭാഗത്ത് നിന്ന് ലഭിക്കും. മാത്രമല്ല, നമ്മുടെ ദൈവത്തിൻ്റെ മഹാവിശ്വസ്തത, അല്ലെങ്കിൽ ദൈവം മാറ്റമില്ലാത്തവനാണ്, അത് തെളിയിക്കുന്ന വേദഭാഗങ്ങളാണ് ഈ വേദഭാഗങ്ങൾ. അതുകൂടാതെ ക്രിസ്തുവിൽ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഭാഗ്യ പദവിയെ ഓർത്ത് അവൻ്റെ മുമ്പാകെ ആരാധിക്കുവാനും അവൻ്റെ മുമ്പാകെ വിനയപ്പെടുവാനും ഒക്കെ നമ്മെ പ്രേരിപ്പിക്കുന്ന അധ്യായമാണ് ഇത്. ഈ വേദഭാഗങ്ങളുടെ വ്യാഖ്യാനത്തോടുള്ള ബന്ധത്തിൽ വിവിധ വീക്ഷണങ്ങളുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. ആ വീക്ഷണങ്ങളൊന്നും ഒരുപക്ഷെ ദൈവജനത്തിന്റെ മധ്യത്തിലുള്ള ഒരു സ്പ്ലിറ്റിനോ അല്ലെങ്കിൽ ഭിന്നതയ്ക്കോ കാരണമായിട്ട് തീരുവാൻ പാടുള്ളതല്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് ദൈവത്തിന്റെ വചനത്തിലെ സത്യങ്ങളെ ഗ്രഹിപ്പിച്ചു നൽകുന്നത്. ആ സത്യങ്ങൾ മുറുകെ പിടിക്കുവാനുള്ള സ്വാതന്ത്ര്യം ഓരോ വ്യക്തികൾക്കും ഉണ്ട് എന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ ചില വാക്യങ്ങൾ കണ്ടു. അതിൻ്റെ 5 വരെയുള്ള വാക്യങ്ങൾ നാം കണ്ടതാണ്. അപ്പോസ്തലനായ പൗലോസ് ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ തൻ്റെ സ്വന്തം ചർച്ചക്കാരായ യഹൂദന്മാരോടുള്ള ബന്ധത്തിൽ ഏത് മനസാക്ഷിയാണ്, ഏത് മനോഭാവമാണ് വച്ചു പുലർത്തുന്നത് എന്ന് ആദ്യത്തെ 3 വാക്യങ്ങൾ നാം കാണുന്നുണ്ട്. എനിക്ക് വലിയ ദുഃഖവും ഹൃദയത്തിൽ ഇടപെടാതെ നോവും ഉണ്ട് എന്നെൻ്റെ മനസാക്ഷി എനിക്ക് പരിശുദ്ധാത്മാവിൽ സാക്ഷിയായിരിക്കുന്നു. ഇത് ഞാൻ ക്രിസ്തുവിൽ സത്യം പറയുന്നതാണ്, ഞാൻ ഫോഷ്ക്ക് പറയുന്നതല്ല. ഇനി 3-ാമത്തെ വാക്യത്തിൽ ഒരു പടി കൂടെ കടന്നിട്ട് ആ ദുഃഖവും നോവും മാത്രമല്ല, ജഡപ്രകാരം എൻ്റെ ചാർച്ചക്കാരായ എൻ്റെ സഹോദരന്മാർക്ക് വേണ്ടി ഞാൻ തന്നെ ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകാൻ ഞാൻ ആഗ്രഹിക്കാമായിരുന്നു. ഈ ശാപഗ്രസ്തനാകുക എന്ന് പറഞ്ഞാൽ, ക്രിസ്തുവിനോട് വേർപെട്ട് ശാപഗ്രസ്തനാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിത്യനാശത്തിലേക്ക് അല്ലെങ്കിൽ നരകശിക്ഷാവിധി ഞാൻ ഏറ്റെടുക്കാമായിരുന്നു എന്നുള്ള ആശയമാണ് അത് ധ്വനിപ്പിക്കുന്നത്. അത് സംഭവ്യമല്ല. കാരണം അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. എന്നാൽ ആ എക്സ്റ്റെൻഡ് വരെ ആ ചാർച്ചക്കാർക്ക് വേണ്ടി, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തിന് വേണ്ടി, അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു പൗലോസിനെ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഇത് പൗലോസിന്റെ ഹൃദയത്തെ തുറന്നു കാണിക്കുന്ന ഒരു സെന്റൻസ് ആണ്. നഷ്ടപ്പെട്ടു പോകുന്ന പാപികളെ ഓർത്ത് ഹൃദയത്തിൽ വേദനപ്പെടുന്ന ഒരു പൗലോസിനെ ഇവിടെ നാം കാണുന്നുണ്ട്. വാസ്തവത്തിൽ ഈ ഒരു ഭാരം നമുക്ക് തോന്നുന്നുണ്ടോ? നമ്മുടെ ചുറ്റുപാടും അനേകർ ഈ സത്യം മനസ്സിലാക്കാതിരിക്കുമ്പോൾ, അനേകർ ഈ സത്യത്തെ നിരാകരിക്കുമ്പോൾ, അനേകർ നിത്യനാശത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവരെക്കുറിച്ചുള്ള ദുഃഖവും നോവും, അവരെക്കുറിച്ച് പ്രാർത്ഥിക്കുവാനും അവരോട് സുവിശേഷം പങ്കുവയ്ക്കുവാനും ഒക്കെ ഒരു വിശ്വാസിയെ അല്ലെങ്കിൽ ഒരു ദൈവവേദനെ പ്രേരിപ്പിക്കേണ്ടതാണ് എന്നുള്ളത് ഈ ഭാഗത്ത് നിന്ന് നമുക്ക് പഠിക്കുവാൻ സാധിക്കുന്ന ഒരു പാഠമാണ്. അതിൻ്റെ 4-5 വാക്യങ്ങളിൽ എന്താണ് ഈ ചാർച്ചക്കാർക്ക് ഇത്ര പ്രത്യേകത, അല്ലെങ്കിൽ ഇസ്രായേല്യർക്ക്, യഹൂദന്മാർക്ക് എന്താണ് ഇത്ര പ്രത്യേകത? 8 പ്രധാനപ്പെട്ട പ്രത്യേകതകൾ ഈ 2 വാക്യങ്ങളിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ആ പ്രത്യേകതകളും നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടതാണ്. അവർ ഇസ്രായേല്യർ,
അവർ ഇസ്രായേലരാണ്, ഇസ്രായേൽ സന്തതിയാണ്, ദൈവത്തിൻ്റെ പ്രഭു ആണ്, അല്ലെങ്കിൽ ദൈവം നിയമിച്ചാക്കിയ ഒരു സമൂഹമാണ്. പുത്രത്വം അവർക്കുള്ളതാണ്. അവർ ദൈവത്തിന്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടുന്ന അവസ്ഥയിൽ പ്രിവിലേജ്ഡ് ആണ്. മാത്രമല്ല തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും ഒക്കെ അവർക്കുള്ളവ. ഇതെല്ലാം അവർക്ക് മാത്രമേ ഉള്ളൂ. കാരണം ദൈവത്തിന്റെ തേജസ് മറ്റൊരു ജനവും കണ്ടിട്ടില്ല, ദൈവത്തിന്റെ ഷെക്കൈന ഗ്ലോറി മറ്റൊരു ജനവും കണ്ടിട്ടില്ല. എന്നാൽ ഇസ്രായേൽ മക്കൾ കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ്? 40 വർഷം അവരെ അനുഗമിച്ച, അവരെ നയിച്ച, അവരോട് കൂടെയിരുന്ന ദൈവിക സാന്നിധ്യം അത് മറ്റൊരു ജാതിക്കും ലഭ്യമായിരുന്നില്ല. അവരുടെ മധ്യത്തിൽ തമ്പടിക്കുവാൻ, കൂടാരത്തിൽ പാർക്കുവാൻ, അതിവിശുദ്ധ സ്ഥലത്ത് ഇറങ്ങി വരുവാൻ മടി കാണിക്കാത്ത ഒരു ദൈവവും ആ തേജസ് അവർ കണ്ടതാണ്. മാത്രമല്ല അതവരെ നയിച്ചതുമാണ്. മാത്രമല്ല ശലോമോന്റെ ദൈവാലയത്തിൽ ആ പൂർത്തീകരണത്തിന്റെ വേളയിൽ ദൈവത്തിന്റെ സാന്നിധ്യം കൊണ്ട് ആ ആലയത്തെ അലങ്കരിച്ചിരുന്നു. അവരോട് കൂടെ ഇരിക്കുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചിരുന്നു. മാത്രമല്ല നിയമങ്ങൾ അവർക്കുള്ളതാണ്. ന്യായപ്രമാണം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സ്വഭാവം എന്താണ്, ദൈവം ആരാണ്, ദൈവത്തിന്റെ വിശുദ്ധി എന്താണ്, ദൈവത്തിന്റെ ലക്ഷ്യം എന്താണ്, ദൈവത്തിന്റെ പദ്ധതി എന്താണ്, ഇതൊക്കെ ദൈവം മനുഷ്യന് വെളിപ്പെടുത്തിയത് ആരിലൂടെയാണ്? ഇസ്രായേലിലൂടെയാണ്. അപ്പോ അതുകൊണ്ട് തന്നെ അങ്ങനെ ദൈവത്തിന്റെ മനുഷ്യരോടുള്ള നിയമങ്ങളും കൽപ്പനകളും മറ്റൊരു ജാതിക്കും ദൈവം നൽകിയിട്ടില്ല. അപ്പൊ ആ നിലയിൽ ഒരുപക്ഷെ നമ്മുടെ കയ്യിലിരിക്കുന്ന വേദപുസ്തകം ഇതെങ്ങനെ നമ്മുടെ കയ്യിലെത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് മറ്റൊരു ഉത്തരം പറയുവാനായിട്ടില്ല. ദൈവം തിരഞ്ഞെടുത്ത ഈ ഒരു സമൂഹത്തിന്റെ കയ്യിലാണ് അത് ഏൽപ്പിച്ചത്. നാം വായിക്കുന്നുണ്ട്, മോശ മുഖാന്തരം ദൈവം കൽപ്പനകളെ സീനായ് മലയിൽ വെച്ച് അവർക്ക് നൽകി. മോശ മുഖാന്തരം ന്യായപ്രമാണത്തെ നൽകി, ദൈവിക വെളിപ്പാടുകളെ നൽകി. ഇതെല്ലാം നമ്മുടെ കൈവശം ഇന്ന് ഇരിപ്പുണ്ട്. ഇതെങ്ങനെയാണ് നമുക്ക് ലഭിച്ചത്? അത് ഈ സമൂഹം വഴിയാണ്. മാത്രമല്ല അവർക്ക് ആരാധനയുണ്ട്, ആരാധനയുടെ നിയമങ്ങളുണ്ട്, പൗരോഹിത്യ പ്രമാണങ്ങളുണ്ട്, അവർക്ക് ആരാധിക്കുവാനുള്ള ചിട്ടവട്ടങ്ങളുണ്ട്, യാഗങ്ങളുണ്ട്. ഇത് എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടതെന്ന് ദൈവം മനുഷ്യരോട് പഠിപ്പിച്ചതും ദൈവത്തെ എങ്ങനെ സമീപിക്കണമെന്ന് മനുഷ്യരോട് കൽപ്പിച്ചതും ഈ നിയമങ്ങൾ വഴിയാണ്. മാത്രമല്ല വാഗ്ദത്തങ്ങൾ അവർക്കുള്ളതാണ്. വാഗ്ദത്തങ്ങൾ അവർക്കുള്ളതാണ്. ഈ പ്രോമിസ് എന്ന് പറയുന്നത് ഇസ്രായേൽ മുഖാന്തരമുള്ള വാഗ്ദത്തങ്ങൾക്കാണ് നാം അവകാശികളായിട്ട് തീർന്നിരിക്കുന്നത്. അപ്പോ മാത്രമല്ല നിയമങ്ങൾ അവർക്കുള്ളതാണ്. കവനൻസ്, ഉടമ്പടികൾ അവർക്കുള്ളതാണ്. പഴയ നിയമത്തിലെ ഉടമ്പടികളെ കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടു കഴിഞ്ഞു. ഇനി ഇതിന്റെ എല്ലാം ആത്യന്തിക ലക്ഷ്യം എന്താണ്? പിതാക്കന്മാർ അവർക്കുള്ളതാണ്, അതും നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. എന്തിനാണ് ഇത്രയും പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു കൂട്ടം ദൈവം നിയോഗിച്ചത്, ദൈവം പരിപാലിച്ചത്? നാം 5-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്. ഒരുപക്ഷെ എന്തുകൊണ്ട് ദൈവം ഇങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തി? അബ്രഹാമിനെ കൽദയരുടെ പട്ടണമായ ഊരിൽ നിന്ന് വിളിച്ച് ഇറക്കിയപ്പോൾ ദൈവത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരുപക്ഷെങ്കിൽ കാൽവരി ക്രൂശായിരിക്കും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മാനവജാതിയുടെ വീണ്ടെടുപ്പായിരിക്കും. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ദൈവത്തിന് വേണ്ടി ഒരു സമൂഹത്തെ വേർതിരിക്കുക എന്നുള്ള ലക്ഷ്യമായിരിക്കും. പുറപ്പാട് പുസ്തകം 19-ന്റെ 5-ാമത്തെ വാക്യത്തിൽ യഹോവ തനിക്ക് നിക്ഷേപമായിരിക്കേണ്ടതിന് മറ്റെല്ലാ ജാതികളിലും വെച്ച് നിങ്ങളെ തിരഞ്ഞെടുത്തു എന്ന് നാം വായിക്കുന്നുണ്ട്. നിങ്ങൾ ആളിൽ പെരുപ്പം ഉണ്ടായിട്ടല്ല, നിങ്ങളുടെ മിടുക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ വിശുദ്ധിയോ കണ്ടിട്ടല്ല, പിന്നെയോ തനിക്ക് തന്നെ ഒരു നിക്ഷേപമായിട്ട് തീരേണ്ടതിന്, തനിക്ക് സ്വന്തമായിരിക്കേണ്ടതിന് തിരഞ്ഞെടുത്ത ഒരു സമൂഹമാണ് ഇവർ. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, എന്തുകൊണ്ട് ഇവരെ തിരഞ്ഞെടുത്തു, എന്തിനു വേണ്ടി ഇവരെ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചാൽ ഇവരുടെ യോഗ്യതകളൊന്നും തന്നെ പറയുവാനില്ല. പഴയ നിയമത്തിലെ ചരിത്രങ്ങൾ മുഴുവൻ നിങ്ങൾ വായിച്ചു നോക്കിയാൽ ദൈവം അവരെക്കുറിച്ച് ഉദ്ദേശിച്ച നിലവാരത്തിൽ നിൽക്കുവാൻ അവർക്ക് സാധിച്ചില്ല. അവർ പലപ്പോഴും മത്സരികളാണ്, ഇന്നും അവർ മത്സരത്തിലാണ്. എങ്കിലും
ദൈവം എന്തുകൊണ്ട് അവരോട് അല്ലെങ്കിൽ ആ ഒരു നിലയിൽ ഒരു തീരുമാനമെടുത്തു? അതിന് കാരണം എന്ന് പറയുന്നത് ദൈവം അവരെ സ്നേഹിച്ചു എന്നുള്ളത് തന്നെയാണ്. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആധിക്യം. ബിക്കോസ് ദ ലോർഡ് ലവ്ഡ് യു. ആവർത്തന പുസ്തകം 7-ാമത്തെ വാക്യത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്. നിന്നെ സ്നേഹിച്ചത് കൊണ്ടാണ് നിന്നെ എന്ത് ചെയ്തിരിക്കുന്നത്? തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ചാനൽ അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തെ ദൈവം ഇത്രയ്ക്ക് പരിപാലിച്ച് അവരുടെ പിന്മാറ്റത്തിലൊക്കെ അവരെ മടക്കിക്കൊണ്ടുവരുവാൻ, അവരുടെ പ്രവാസത്തിലൊക്കെ തിരികെ കൊണ്ടുവരുവാൻ, അവരുടെ വിഗ്രഹാരാധനയിലൊക്കെ അവരെ ശിക്ഷിക്കുവാനും ശാസിക്കുവാനും ഒക്കെ അവരെ വഴി നടത്തിയിട്ട് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത് കാലസമ്പൂർണതയിൽ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായിട്ട് ദൈവം തൻ്റെ പുത്രനെ ന്യായപ്രമാണത്തിന് കീഴ് ജനിച്ചവനായിട്ട് നിയോഗിച്ചയച്ചത് എന്ന് നാം ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നു. കാൽവരി ക്രൂസ് അല്ലെങ്കിൽ ഒരു സന്തതി, യേശു കർത്താവ് തൻ്റെ പുത്രന് ഈ ഭൂമിയിലേക്ക് അവതരിക്കുവാൻ വേണ്ടി ഒരു ലൈൻ അല്ലെങ്കിൽ ഒരു ഗോത്രം, ഒരു കുടുംബം, ഒരു ജനത ഉണ്ടാകണം. അതിനു വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സജ്ജമാക്കിയ പദ്ധതിയിലൂടെയാണ് ആ ജനത മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ യേശു കർത്താവ് ജനിക്കാതിരിക്കുവാനായിട്ടുള്ള പല കാര്യങ്ങൾ, ഈ ഒരു ലൈനിൽ ജനിക്കാതിരിക്കുവാനുള്ള പല സാധ്യതകളുണ്ടായി. ആ സാധ്യതകളൊക്കെ മാറിപ്പോയതും ആ സാധ്യതകളെ ഇല്ലാതാക്കിയതും ഒക്കെ ദൈവിക പദ്ധതിയാണ്. ഇനി നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും എന്ത് ചെയ്തിട്ടുണ്ട്? ഈ ലൈനിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. നാം മത്തായി സുവിശേഷം 1-ാം അധ്യായം ആ യേശു കർത്താവിൻ്റെ ആ ഒരു ലൈൻ അല്ലെങ്കിൽ ആ ഒരു ജനന പാരമ്പര്യം, ആ തലമുറകളെ കുറിച്ച് നാം വായിച്ചാൽ നാം അത്ഭുതപ്പെട്ടു പോകുന്ന ചില വ്യതിയാനങ്ങൾ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ മാനുഷിക ബുദ്ധിയിൽ ദൈവമേ ഇങ്ങനെ അല്ലല്ലോ വേണ്ടിയിരുന്നത് എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ ദൈവം ആ നിലയിൽ പ്രസാദിച്ചു. അത് ദൈവത്തിന്റെ നിർണയങ്ങളിൽ പെടുന്ന കാര്യമാണ്. അപ്പൊ പുത്രനെ ഭൂമിയിൽ അവതരിപ്പിക്കുക, പുത്രനെ ക്രൂസിൽ പാപപരിഹാര ബലിയായിട്ട് ഒരുക്കുക, ആ നിലയിൽ മനുഷ്യന്റെ വീണ്ടെടുപ്പ് സാധിപ്പിക്കുക എന്നുള്ള വലിയ ദൈവിക വീണ്ടെടുപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് അബ്രഹാമിനെ ദൈവം വിളിച്ച് വേർതിരിച്ചതും ഇത്തരത്തിലൊരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുവന്നതും. അപ്പൊ വീണ്ടെടുപ്പിന്റെ പദ്ധതിയിൽ ഈ ഒരു സമൂഹത്തിന് വളരെയധികം പ്രാധാന്യം ഉണ്ട്. എന്തുകൊണ്ട് വീണ്ടെടുപ്പ്? ഒരു വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതിലൂടെ, ഒരു സമൂഹത്തെ വേർതിരിക്കുന്നതിലൂടെ ദൈവിക പദ്ധതി എന്ന് പറയുന്നത് ആ വ്യക്തിയിലോ അല്ലെങ്കിൽ ആ സമൂഹത്തിലോ മാത്രം ഒതുങ്ങുന്ന ഒരു വീണ്ടെടുപ്പോ ഒരു അനുഗ്രഹമോ ആയിരുന്നില്ല. പിന്നെയോ നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും എന്നുള്ള ദൈവത്തിന്റെ വാഗ്ദത്തം അബ്രഹാമിന് നൽകുക വഴി ദൈവത്തിന്റെ പദ്ധതിയിൽ അബ്രഹാമിനെ തിരഞ്ഞെടുക്കുന്നതും ഈ സമൂഹത്തെ ദൈവത്തിന്റെ കൽപ്പനകളും ന്യായപ്രമാണവും ഒക്കെ നൽകി അവരെ ദൈവിക അറിവിലേക്ക് അല്ലെങ്കിൽ വെളിപ്പാടിലേക്ക് വഴി നടത്തുന്നതിലൂടെ ദൈവം പ്രതീക്ഷിച്ച ഒരു കാര്യം, ഈ സമൂഹം ലോക ജനതയ്ക്ക് മുമ്പാകെ ഒരു സാക്ഷ്യമായിട്ട് തീരണം. ഇവർ മുഖാന്തരം സകല ജാതികൾ. അപ്പൊ നമ്മൾക്ക് ചോദിക്കാം, ദൈവം എന്തെങ്കിലും ഒരു പാർഷ്യാലിറ്റി ഇവരോട് കാണിച്ചു? യഹൂദന്മാർ എന്നുള്ള നിലയിൽ ഇത്രയും പ്രിവിലേജ് എന്തിനാ കൊടുത്തത്? ഈ പ്രിവിലേജ് ഒക്കെ അവരിൽ ഒതുങ്ങുക എന്നുള്ളതായിരുന്നില്ല ദൈവിക പദ്ധതി. പിന്നെയോ നിന്നിൽ സകല വംശങ്ങളും സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. ലോകത്തിലെ സകല മാനവജാതിയെയും സ്നേഹിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി ദൈവം ഒരുക്കിയ വലിയ പദ്ധതിയിൽ ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു പങ്കാളിത്തം, ഒരു ദൗത്യം ഇവരെ ദൈവം ഏൽപ്പിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. 9-ന്റെ 5-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, ജഡപ്രകാരം ക്രിസ്തുവും അവരിൽ നിന്നല്ലോ ഉത്ഭവിച്ചത്, അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. യേശുക്രിസ്തുവിന്റെ ജഡധാരണം, ജഡപ്രകാരം യേശുക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത് ഈ സമൂഹത്തിലെ യഹൂദ ഗോത്രത്തിൽ നിന്നാണ്. ദാവീദിന്റെ സന്തതിയായിട്ട് റോമാലേഖനം 1-ന്റെ 5-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാലല്ലോ എന്നും നാം അവിടെ വായിക്കുന്നുണ്ട്. ജഡം സംബന്ധിച്ച് യേശു കർത്താവിന്റെ ജനനം
നാം യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായിട്ട് നമ്മുടെ ഇടയിൽ പാർത്തു. അപ്പൊ യേശു ക്രിസ്തുവിന് ഒരു ജഡധാരണം ആവശ്യമായിരുന്നു, ഒരു ഇൻകാർണേഷൻ ആവശ്യമായിരുന്നു. ജഡത്തിൽ പാപത്തിന് ശിക്ഷ വിധിക്കുവാൻ പാകത്തിന് ഒരു ശരീരം തനിക്ക് ആവശ്യമായിരുന്നു. അതിന് ഒരു പിറവിയെടുത്തേ മതിയാവൂ, ഒരു ജഡധാരണം സംഭവിച്ചേ മതിയാവൂ. അതിനു വേണ്ടിയിട്ട് ദൈവത്തിന്റെ കാലാകാലങ്ങളിലുള്ള ഒരുക്കം ഈ ഒരു ഇസ്രായേലിലൂടെ ആയിരുന്നു. നാം തിമോഥെയോസിന്റെ 2-ാം ലേഖനം 2:8 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദാവീദിന്റെ സന്തതിയായിട്ട് ജനിച്ച് മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന യേശു ക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക, അതാകുന്നു എൻ്റെ സുവിശേഷം. അപ്പോ ജഡം സംബന്ധിച്ച് ഈ ഇസ്രായേലിൽ നിന്നാണ്, അല്ലെങ്കിൽ ഈ യഹൂദനിൽ നിന്നാണ് എന്ത് ചെയ്തത്? യഹൂദ ഗോത്രത്തിലെ സിംഹവും ദാവീദിന്റെ വേരുമായവൻ എന്ന് നാം വായിക്കുന്നുണ്ട്. ആ നിലയില് യേശു ക്രിസ്തുവിനെ അവതരിപ്പിക്കുവാനായിട്ട് മുഖാന്തരമായി തീർന്നു. ജഡം സംബന്ധിച്ച് അവൻ ഈ സമൂഹത്തിൽ നിന്നാണ് ഈ ഭൂമിയിലേക്ക് അവതാരം ചെയ്തത്. എന്നാൽ അതിനോട് ചേർന്ന് പറഞ്ഞിരിക്കുന്ന വാക്യാംശം പലപ്പോഴും വിട്ടുപോകുന്ന ഒരു വാക്യാംശമാണ്. അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ നിഷേധിക്കുന്ന അനേകരുണ്ട്. എന്നാൽ അവർക്ക് ഈ ഒരു വാക്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആശയത്തെ നിഷേധിക്കുവാൻ ഒരിക്കലും സാധ്യമല്ല. യേശുക്രിസ്തു ഒരു കുട്ടി ദൈവമാണ്, ഒരു ദൈവമാണ് എന്നൊക്കെ വ്യാഖ്യാനിക്കുകയും സംസാരിക്കുകയും യേശു കർത്താവിന്റെ ദൈവത്വത്തെ ഇകഴ്ത്തി കാണിക്കുകയും ചെയ്യുന്ന അനേക ആൾക്കാരുണ്ട്. എന്നാൽ ഈ വാക്യത്തിന് എന്ത് മറുപടിയാണ് അവർക്ക് നൽകുവാനായിട്ടുള്ളത്? അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഹീസ് ഓവർ ഓൾ, സകലത്തിനും മീതെയുള്ളതാണ്. റോമാലേഖനം 10:12 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, യഹൂദനെന്നും യവനനെന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും കർത്താവ് ഒരുവൻ തന്നെ എന്ന് പറഞ്ഞാൽ സകലർക്കും കർത്താവായിട്ട്, സകലർക്കും ദൈവമായിട്ട് അവൻ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും നൽകുവാൻ സമ്പന്നനാകുന്നു. അവൻ ഏതെങ്കിലും ഒരു പ്രത്യേക ഗ്രൂപ്പിന്റെ ദൈവമായിട്ടോ അല്ലെങ്കിൽ പ്രത്യേക കാലയളവിലെ ദൈവമായിട്ടോ പറയുവാൻ സാധ്യമല്ല. അവൻ സകലത്തിനും മീതെയാണ്, അവൻ എല്ലാവർക്കും കർത്താവാണ് എന്ന് നാം അവിടെ വായിക്കുന്നുണ്ട്. എബ്രായലേഖനം 1:2 വാക്യം നാം ചിന്തിച്ചിട്ടുള്ള വേദഭാഗമാണ്. ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തിരിക്കുന്നു, അവനെ താൻ സകലത്തിനും അവകാശിയാക്കി വെച്ചു, അവൻ മുഖാന്തരം ലോകത്തെയും ഉണ്ടാക്കി. whom he had appointed heir of all things, സകലത്തിന്റെയും അവകാശിയാക്കി വച്ചിരിക്കുകയാണ്. അവൻ മുഖാന്തരമാണ് അവൻ ലോകത്തെ ഉണ്ടാക്കി. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നുണ്ട്, അവൻ മുഖാന്തരം സകലവും ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അപ്പോ യേശു കർത്താവിനെ കൂടാതെ ഒരു സൃഷ്ടിയും നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ യേശു കർത്താവ് സൃഷ്ടിക്കപ്പെട്ടവനല്ല. കാരണം സകല സൃഷ്ടിക്കും കർത്താവാണ് യേശു കർത്താവ്. ഫിലിപ്പി ലേഖനം 2:6 മുതലുള്ള വാക്യം നമുക്കറിയാം. അതിന്റെ 11 വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ, എല്ലാ നാവും യേശു ക്രിസ്തു കർത്താവ് എന്ന് പിതാവായ ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ഏറ്റുപറയുകയും ചെയ്യേണ്ടി വരും. യേശു ക്രിസ്തു കർത്താവ്. ഒരുപക്ഷെ ഇന്ന് നിഷേധിക്കുന്നവരോ ഇന്ന് യേശു ക്രിസ്തുവിന്റെ ദൈവത്തെ ഇകഴ്ത്തുന്നവരോ ഇന്നല്ലെങ്കിൽ നാളെ അവരുടെ മുഴങ്കാലുകൾ ഈ ക്രിസ്തുവിന്റെ മുമ്പാകെ മടങ്ങിയിട്ട് ജീസസ് ക്രൈസ്റ്റ് ഈസ് ലോർഡ് എന്ന് ഏറ്റു പറയേണ്ടി വരും, ചെയ്യേണ്ടി വരും. അതിനകത്ത് ഒരു ഒഴികഴിവ് അവർക്ക് ഇല്ല. തിമോഥെയോസിന്റെ 1-ാം ലേഖനം 3:16 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതികളുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു, തേജസ്സിൽ എടുക്കപ്പെട്ടു എന്നിങ്ങനെ ദൈവഭക്തിയുടെ മർമ്മം സമ്മതമാവണ്ണം വലിയതാകും. യേശു ക്രിസ്തുവിന്റെ ജഡധാരണം മാത്രമല്ല, അവന്റെ മരണവും പുനരുത്ഥാനവും മാത്രമല്ല, അവന്റെ പുനരുത്ഥാനവും അവന്റെ ഉത്ഥാനവും അല്ലെങ്കിൽ അവന്റെ സ്വർഗത്തിലേക്കുള്ള കരേറിപ്പോകലും, ഇതൊക്കെ ലോകത്തിൽ വിശ്വസിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ സകല ലോകവും അംഗീകരിക്കുവാനായിട്ട് ആവശ്യമുള്ള കാര്യമാണ്. ഇത് സമ്മതമാവണ്ണം വലിയതാകുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ആർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല, ആർക്കും ഒരു സമ്മതിക്കാതിരിക്കുവാൻ പറ്റത്തില്ല. ഇന്ന് ആരെങ്കിലും സമ്മതിക്കുന്നില്ല എങ്കിൽ അവരും സമ്മതിച്ചേ മതിയാകും, അല്ലേ? അതുകൊണ്ടാണ് പറയുന്നത് യേശു ക്രിസ്തു കർത്താവ് എന്ന്
സകലരും ഏറ്റുപറഞ്ഞേ മതിയാവും. ഇന്ന് പറയാനുള്ള സ്വാതന്ത്ര്യം, ഇന്ന് പറയാനുള്ള എല്ലാ ആഹ്വാനവും സകല മനുഷ്യർക്കും ദൈവം നൽകുന്നുണ്ട്. യേശുവിനെ കർത്താവെന്ന് വായുകൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. ഈ ഒരു ആഹ്വാനം, ഈ ഒരു സാവകാശം സകല മനുഷ്യർക്കും ദൈവം നൽകിയിരിക്കുകയാണ്. എന്നാൽ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ആ ഒരു സ്വാതന്ത്ര്യം, അവകാശം, അല്ലെങ്കിൽ ആ ഒരു അവസരം നഷ്ടപ്പെടുത്തുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം അവർക്ക് വേണ്ടി ശേഷിച്ചിരിക്കുന്നു. അന്നവർ എന്ത് ചെയ്യേണ്ടി വരും? യേശു ക്രിസ്തു കർത്താവെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യേണ്ടി വരും? നിത്യനാശത്തിലേക്ക് അവർ പോകേണ്ടി വരും. യോഹന്നാന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 20-ാം വാക്യത്തിൽ ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെ ആകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. അവൻ സത്യദൈവവും നിത്യജീവനുമാകും. ഹീസ് ദ ട്രൂ ലിവിങ് ഗോഡ്. അവനാകുന്നു സത്യദൈവം. ഓക്കെ, അപ്പൊ ആ നിലയില് ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവൻ സകലർക്കും കർത്താവാണ്, അല്ലെ? അവൻ സർവത്തിനും മീതെ ദൈവമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. ഓക്കെ, അവൻ എപ്പോഴും സ്തുതിക്കും മഹത്വത്തിനുമൊക്കെ യോഗ്യനാണ്. പ്രിയമുള്ളവരെ, ഈ രാത്രി സമയം വചനത്തിന്റെ മുമ്പാകെ നാം ആയിരിക്കുമ്പോൾ നാം സേവിക്കുന്ന കർത്താവ്, നാം സേവിക്കുന്ന ദൈവം, അവൻ എത്രയോ ഉന്നതനാണ്. അവൻ സർവത്തിനും മീതെ ദൈവമാണ്. അവൻ എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാണ്. എന്ന് പറഞ്ഞാൽ അവൻ സകല ആരാധനയ്ക്കും സ്തുതിക്കും യോഗ്യനാണ് എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഇനി അടുത്ത വിഷയത്തിലേക്ക് നാം കടന്നു വരികയാണ്. 9-ാം അധ്യായത്തിന്റെ പ്രധാനപ്പെട്ട ചർച്ചയിലേക്ക് കടന്നു വരികയാണ്. അതിന്റെ 6 മുതൽ ഉള്ള വേദഭാഗങ്ങൾ നാം ചിന്തിക്കുകയാണെങ്കിൽ 13 വരെയുള്ള വേദഭാഗങ്ങളിലേക്ക് വരുമ്പോൾ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ അധികരിച്ചാണ് വിശദീകരണം നടക്കുന്നത്. ഇതിനെ ഒരു 4 ഭാഗങ്ങളായിട്ട് നമുക്ക് തിരിക്കാം. 4 ഭാഗങ്ങളും ഓരോ ചോദ്യങ്ങളോടും അതിന്റെ ഉത്തരങ്ങളോടുള്ള ബന്ധത്തിൽ ചോദ്യ ഉത്തര രീതിയിലാണ് ഈ വിഷയങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. ഇവിടെ 9-ന്റെ 6-ാമത്തെ വാക്യത്തിൽ നാം ഒരു ചോദ്യം കാണുന്നുണ്ട്. എന്താ? ദൈവവചനം വൃഥാവായി പോയി എന്നല്ല. ആ ചോദ്യം ഇതാണ്: ദൈവത്തിന്റെ പ്രോമിസുകളും വാഗ്ദത്തങ്ങളും ഒക്കെ വെറുതെ ആയിപ്പോയോ? നേരത്തെ പറഞ്ഞല്ലോ, ഇസ്രായേലിനെ കുറിച്ചുള്ള അല്ലെങ്കിൽ യഹൂദന്മാരെ കുറിച്ചുള്ള അവരുടെ ശ്രേഷ്ഠതകളും അവരെക്കുറിച്ചുള്ള ദൈവിക പദ്ധതിയും ഒക്കെ അപ്പോസ്തലനായ പൗലോസ് വിവരിച്ചിട്ട് യേശുക്രിസ്തു അവരിൽ ജനിച്ചു എന്നുള്ള കാര്യവും പറഞ്ഞിട്ട് നേരെ താഴേക്ക് വരികയാണ്. പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടന്നു വരികയാണ്. ഇസ്രായേലിന് എന്ത് സംഭവിച്ചു? ഇത്തരത്തിൽ നിയമങ്ങളും ആരാധനയും ഒക്കെ ഉടമ്പടികളും ഒക്കെ നൽകി പരിപാലിക്കപ്പെട്ട ഒരു സമൂഹമാണല്ലോ ഈ യഹൂദന്മാർ എന്നറിയപ്പെടുന്നു. എന്നാൽ അവർക്ക് എന്ത് സംഭവിച്ചു? അവർ ഇന്ന് എവിടെയാണ്? അവർ യേശു കർത്താവിനെ അല്ലെങ്കിൽ മശിഹായെ അവർ തിരസ്കരിച്ചിരിക്കുന്നു. അവനെ വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നു. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അപ്പോൾ നാച്ചുറൽ ആയിട്ടുണ്ടാകുന്ന ഒരു ചോദ്യമാണ്. ഈ ചോദ്യം റോമിലെ വിശ്വാസികൾ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരിക്കാം. അവിടെ യഹൂദന്മാരും ജാതികൾ അല്ലെങ്കിൽ യവനന്മാരും ഒക്കെ രക്ഷിക്കപ്പെട്ട് വിശ്വാസത്തിലേക്ക് വന്നിട്ടുണ്ട്. 2 കൂട്ടരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്: ഇന്ന് ഇസ്രായേലിന് എന്ത് സംഭവിച്ചു? യഹൂദൻ എന്ത് സംഭവിച്ചു? ഇത്രയും പ്രിവിലേജഡ് ആയിട്ടുള്ള സമൂഹം ഇന്ന് മശിഹയെ തിരസ്കരിച്ചത് നിമിത്തം എവിടെ അവരുടെ ആരാധന? എവിടെ അവരുടെ വിശ്വാസം? എവിടെ അവരുടെ വാഗ്ദത്തം? ഇന്ന് അവർ ചിതറി പോയിരിക്കുകയല്ലേ? അവർ ചിതറപ്പെട്ടിരിക്കുകയല്ലേ? ചോദ്യം ഇതാണ്. ദൈവം അന്ന് ഇങ്ങനെ ഒരു ജാതിയെ തിരഞ്ഞെടുത്തു. അപ്പോ അവർ തിരസ്കരിച്ചത് കൊണ്ട് അല്ലെങ്കിൽ അവർ മശിഹയെ തള്ളിക്കളഞ്ഞത് കൊണ്ട് ദൈവം അവരോടുള്ള പദ്ധതിയൊക്കെ വേണ്ടാന്ന് വച്ചു. എന്നിട്ട് പുതിയൊരു സംരംഭം ദൈവം തുടങ്ങി. അപ്പൊ ഈ ജനത്തെ ദൈവം ഉപേക്ഷിച്ച് കളഞ്ഞുവോ? ദൈവം അവർക്ക് കൊടുത്ത ന്യായപ്രമാണം, ഈ പഴയ നിയമ പുസ്തകങ്ങളൊക്കെ അവരോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടുള്ള ചരിത്രങ്ങളും അവരോടുള്ള ബന്ധത്തിൽ പറഞ്ഞിട്ടുള്ള അനേക പ്രവചനങ്ങളുമുണ്ട്. അതൊക്കെ എവിടെ പോയി? ദൈവം പറഞ്ഞ കാര്യങ്ങളൊക്കെ അസ്ഥാനത്തായി പോയി. ദൈവിക പദ്ധതിയൊക്കെ ടോപ്പിൾഡ് ആണ്.
എന്ന് പറഞ്ഞാൽ അത് എല്ലാം വീണുടഞ്ഞു പോയി. ദൈവിക പദ്ധതിയെല്ലാം വച്ച് കെട്ടിയിട്ട് ദൈവം പുതിയൊരു തുടക്കം കുറിച്ചു. അപ്പോ ചോദ്യം ഇതാണ്, ദൈവത്തിന്റെ വചനം വൃഥാവായി പോയോ? അല്ലെങ്കിൽ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ ദൈവം മറന്നു കളഞ്ഞുവോ? ഇന്ന് യഹൂദിനെ നോക്കിയാൽ ഒരുപക്ഷെ നമ്മളും ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ്. ദൈവത്തിന്റെ ഇത്രയും പരിപാലനവും ദൈവത്തിന്റെ ഇടപെടലുകളും ഒക്കെ എവിടെ? കഴിഞ്ഞ 2000 വർഷങ്ങളായിട്ട് അവർ ഈ പറഞ്ഞതുപോലെ അവർ ആട്ടിപ്പായിക്കപ്പെട്ടിരിക്കുകയല്ലേ. അവർ ദൈവത്തെ സ്വീകരിക്കുന്നില്ല. അവർ മശീഹയെ റിജക്ട് ചെയ്യുന്നുണ്ട്. അവരിൽ നിന്ന് എന്തെങ്കിലും നല്ലത് പ്രതീക്ഷിക്കുവാനായിട്ട് ഇന്നും നമുക്ക് സാധിക്കുകയില്ല. അപ്പോ ദൈവത്തിന്റെ വചനം വൃഥാവായി പോയോ? 6ാമത്തെ വാക്യം, അതിന്റെ 6 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ പ്രാരംഭമായിട്ടൊന്ന് വായിക്കാം. ദൈവവചനം വൃഥാവായി പോയി എന്നല്ല, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവനെല്ലാം ഇസ്രായേലിറെന്നും അബ്രഹാമിന്റെ സന്തതി ആകയാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല. ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുമെന്നേ ഉള്ളൂ. അതിന്റെ അർത്ഥമോ, ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ അത്രേ സന്തതി എന്നെണ്ണുന്നു. ഈ സമയത്തേക്ക് ഞാൻ വരും, അപ്പോൾ സാറായ്ക്കൊരു മകനുണ്ടാകും എന്നല്ലോ വാഗ്ദത്ത വചനം. അത്രയുമല്ല, റിബേക്കയും നമ്മുടെ പിതാവായ ഇസ്ഹാക്ക് എന്ന ഏകനാൽ ഗർഭം ധരിച്ചു. കുട്ടികൾ ജനിക്കുകയോ ഗുണമാകട്ടെ ദോഷമാകട്ടെ ഒന്നും പ്രവർത്തിക്കുകയോ ചെയ്യും മുമ്പേ തിരഞ്ഞെടുപ്പിൻ പ്രകാരമുള്ള ദൈവ നിർണയം പ്രവർത്തികൾ നിമിത്തമല്ല, വിളിച്ചവന്റെ ഇഷ്ടം നിമിത്തം തന്നെ വരേണ്ടതിന് മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അവളോട് അരുളി ചെയ്തു. ഞാൻ യാക്കോബിനെ സ്നേഹിച്ച് ഏശാവിനെ ദ്വേഷിച്ചിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നുവൻ. അപ്പോ ദൈവം തന്റെ സ്വന്തം ജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്നുള്ള ചോദ്യം, അതിന്റെ മറുപടിയായിട്ട് 3 പ്രാവശ്യം ആവർത്തിച്ച് ഒരു മറുപടി പറയുന്നു. കൂടാതെ ആ മറുപടിക്ക് ഉപോത്ബലകമായിട്ട് 2 ഉദാഹരണങ്ങളെ നൽകുന്നു. അപ്പൊ 1ാമത്തെ ചോദ്യവും അതിന്റെ ഉത്തരവുമാണ് 6 മുതൽ 13 വരെയുള്ള വേദഭാഗത്ത്. വിൽ ഗോഡ് കീപ് ഹിസ് പ്രോമിസ്? ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുമോ? ദൈവം തന്റെ വാഗ്ദത്തങ്ങൾ നിറവേറ്റുമോ? നിറവേറ്റും എന്ന് തന്നെയാണ് ഇവിടെ ഉത്തരമായിട്ട് പറയുന്നത്. ഒരുപക്ഷെ നാം വിചാരിക്കുന്നത് പോലെ അല്ല. പിന്നെയോ, ദൈവത്തിൻ്റെതായ പദ്ധതി ഉണ്ട് എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ഓക്കെ, ഇവിടെ ദൈവം വാക്ക് പാലിക്കുന്നതിൽ പരാജിതനല്ല, വാഗ്ദാനം പാലിക്കുന്നതിൽ ദൈവം പരാജിതനല്ല. ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം എപ്പോഴും ഉവ്വ് എന്നാണ്. ആ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളെല്ലാം അത് സത്യമായിരിക്കും. അതിന് യാതൊരു മാറ്റവും ഉണ്ടാകുകയില്ല. ഇനി എന്താണ് ഇവിടെ പറയുന്ന വാഗ്ദത്തം? ഈ വാഗ്ദത്തം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിങ്കലേക്ക് ഈ സമൂഹത്തെ കൊണ്ടുചെന്നെത്തിക്കുന്ന, അതിലൂടെ സകല ജാതികളിലേക്കും എത്തുന്ന ദൈവിക പദ്ധതിയിൽ ദൈവം പ്രോമിസ് ചെയ്തിട്ടുണ്ട്. ആ പ്രോമിസ് നാം കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം അതിന്റെ 2-3 വാക്യങ്ങളാണ്. ആ വാഗ്ദത്തം എന്ന് പറയുന്നത്, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കും, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ഇത്തരത്തിലൊരു വാഗ്ദത്തം ഉണ്ട്, നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും. അപ്പൊ ഈ ഒരു വാഗ്ദത്തം ദൈവം ഉപേക്ഷിച്ചു. സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഉള്ള ആ ഒരു പദ്ധതിയിൽ ദൈവം ഇവരെ എടുത്തങ്ങ് മാറ്റിക്കളഞ്ഞു. ഇപ്പൊ ദൈവം ഒന്നേ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അത് യേശു കർത്താവിനെ തിരസ്കരിച്ചത് കൊണ്ട് ഫ്രം ദി സ്ക്രാപ്പ് ദൈവം മറ്റൊരു പദ്ധതി, ഒരു ബി പ്ലാൻ നടപ്പിലാക്കി. അങ്ങനെയാണോ? ഒരിക്കലുമല്ല എന്നുള്ളതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ വീണ്ടെടുപ്പ് പദ്ധതിയോടുള്ള ബന്ധത്തിൽ ഇസ്രായേലിന് മശിഹയെ നൽകി എന്ന് മാത്രമല്ല, ആ മശിഹ മുഖാന്തരമുള്ള ഒരു വലിയ വീണ്ടെടുപ്പിന്റെ സന്ദേശവും ദൈവം അവർക്ക് നൽകി. എന്നാൽ ഈ മശിഹ ആര് തിരസ്കരിച്ചു? ഇവർ തിരസ്കരിച്ചു. മാത്രമല്ല, മശിഹ മുഖാന്തരമുള്ള വീണ്ടെടുപ്പിന്റെ സന്ദേശം സകല ജാതികളും എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വം ഇവർക്കുണ്ടായിരുന്നു. ഇവർ എന്ത് ചെയ്തു? അതും എന്ത് ചെയ്തു? നിരസിച്ചു. So they rejected the Messiah as well as the redemptive message. അല്ലെങ്കിൽ
വീണ്ടെടുപ്പിന്റെ സന്ദേശം ജാതികളിൽ എത്തിക്കുവാനുള്ള ഉത്തരവാദിത്വവും മശിഹയെ സ്വീകരിക്കുവാനുള്ള ഉത്തരവാദിത്വവും ഈ സമൂഹത്തിലുണ്ടായിരുന്നു. ഈ രണ്ട് കാര്യങ്ങളും അവർ എന്ത് ചെയ്തു? അവർ കൈവിട്ട് കളഞ്ഞു, അല്ലെ? അപ്പൊ അതുകൊണ്ട് ദൈവം പദ്ധതി മാറ്റിക്കളഞ്ഞുവോ എന്നുള്ളതാണ് ഈ ഭാഗത്തെ സംശയം എന്ന് പറയുന്നത്. മറ്റൊരു പരിഭാഷയിൽ അതിൻ്റെ നാം ഈ ഭാഗങ്ങളെ ഒന്ന് വായിക്കുകയാണെങ്കിൽ, റോമാലേഖനം 9-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം, അവിടെ നാം ഇങ്ങനെ കാണുന്നു. അതെ, ദൈവം യഹൂദന്മാരോടുള്ള വാഗ്ദാനം പാലിക്കുന്നതിൽ ദൈവം പരാജിതനായി എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സത്യമായും ദൈവത്തിന്റെ ജനമായി യഹൂദരിൽ ചിലർ മാത്രമേ ഉള്ളൂ. അബ്രഹാമിന്റെ സന്തതികൾ ചിലർ മാത്രമേ അവന്റെ യഥാർത്ഥ മക്കളായുള്ളൂ. ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് ഇങ്ങനെയാണ്: ഇസ്ഹാക്ക് മാത്രമായിരിക്കും നിന്റെ നിയമസാധുതയുള്ള പുത്രൻ. ഞാൻ ബാക്കി പിന്നീട് വായിക്കാം. അപ്പൊ ഈ ഭാഗത്ത് എന്താണ് പൗലോസിന് അല്ലെങ്കിൽ ദൈവാത്മാവിന് മറുപടി പറയാനായിട്ടുള്ളത്? ഈ ഒരു ജനം വിശ്വസ്തത കാണിച്ചില്ല എന്നുള്ളത് കൊണ്ട് ദൈവത്തിന്റെ പദ്ധതി മാറിപ്പോയില്ല. ഒരു വാക്യം നമുക്ക് നോക്കാം. റോമാലേഖനം 3-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം. റോമാലേഖനം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം നാം മുമ്പ് ചിന്തിച്ചിട്ടുള്ള വാക്യം തന്നെയാണ്. അവിടെ എന്താണ് ഇതിനെക്കുറിച്ച് പറയുന്നത് എന്ന് ശ്രദ്ധിക്കുക. അവിടെ യഹൂദൻ എന്ത് വിശേഷത? 1-ാം വാക്യം മുതൽ വായിക്കുകയാണ്. അല്ല, പരിച്ഛേദനയല്ല എന്ത് പ്രയോജനം? സകല വിധത്തിലും വളരെ ഉണ്ട്. ഒന്നാമത് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അവരുടെ പക്കൽ സമർപ്പിച്ചിരിക്കുന്നത് തന്നെ. ഓക്കെ, 3-ാമത്തെ വാക്യം: ചിലർ വിശ്വസിച്ചില്ല എങ്കിൽ അവരുടെ അവിശ്വാസത്താൽ ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് നീക്കം വരുമോ? ഒരു നാളും ഇല്ല. ഇപ്പൊ നോക്കണേ, യഹൂദന്മാരുടെ മധ്യത്തിൽ ചിലർ വിശ്വസിച്ചില്ല എന്നതുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഭൂരിപക്ഷം ആൾക്കാർ വിശ്വസിച്ചില്ല എന്നതുകൊണ്ട് ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് എന്ത് വരില്ല? ഒരു മാറ്റവും സംഭവിക്കുകയില്ല എന്നാണ് പറയുന്നത്. ചിലർ യഹൂദന്മാർ ദൈവത്തോട് വിശ്വസ്തത കാട്ടിയില്ല എന്നത് സത്യം തന്നെ. പക്ഷേ അത് വാഗ്ദാന പാലനത്തിൽ നിന്ന് ദൈവത്തെ മാറ്റി നിർത്തുമോ? ഒരു നാളും ഇല്ല. അപ്പൊ ചിലർ തിരസ്കരിച്ചു, അല്ലെങ്കിൽ ഒരു സമൂഹത്തിലെ ഭൂരിപക്ഷം ആൾക്കാർ തിരസ്കരിച്ചു എന്നതുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദാനം പാലിക്കുന്നതിൽ ദൈവം പിന്നോട്ട് ഇല്ല. അവൻ പാലിക്കുക തന്നെ ചെയ്യും. ഓക്കെ, റോമാലേഖനം 11-ന്റെ 1-2 വാക്യങ്ങള് നമ്മൾ വായിക്കുമ്പോൾ അവിടെയും ഇതേ ചോദ്യം തന്നെ ആവർത്തിക്കുന്നുണ്ട്. ദൈവം തന്റെ ജനത്തെ ഉപേക്ഷിച്ചുവോ? അല്ലെ? എന്നാൽ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞുവോ എന്ന് ഞാൻ ചോദിക്കുന്നു. ഒരു നാളുമില്ല. ഞാനും ഇസ്രായേലിനല്ലോ. പൗലോസ് താനും ആ കൂട്ടത്തിലുള്ള ആളാണ് എന്ന് പറയുക. അപ്പൊ ദൈവം സ്വജനത്തെ തള്ളിക്കളഞ്ഞിട്ടില്ല. അപ്പൊ ഇസ്രായേൽ ദൈവത്തെ, മശിഹയെ റിജക്ട് ചെയ്യുമെന്ന് പറയുമ്പോൾ ഒരു ബഹുഭൂരിപക്ഷം ആൾക്കാർ റിജക്ട് ചെയ്യുന്നുണ്ട്, ശരിയാണ്. അല്ലെങ്കിൽ ജാതിയായിട്ട് അവർ റിജക്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ മധ്യത്തിലും എന്തുണ്ട്? വിശ്വസിക്കുന്ന ചിലർ ഉണ്ട് എന്നുള്ളത് നാം അറിയേണ്ടത് ആവശ്യമാണ്. അപ്പോ ദൈവത്തിന്റെ വചനങ്ങൾക്ക് യാതൊരു മാറ്റവും സംഭവിക്കുകയില്ല. 1, 2 അല്ലെങ്കിൽ ഒരു സമൂഹം ദൈവത്തെ അംഗീകരിച്ചില്ല എന്നതുകൊണ്ട് ദൈവിക പദ്ധതിയോ വാഗ്ദത്വമോ മാറ്റി മറ്റൊരു വാഗ്ദത്വം തരുവാനായിട്ട് ദൈവം വില്ലിങ് അല്ല. ആകാശവും ഭൂമിയും നശിക്കപ്പെട്ടേക്കാം, അത് ഒഴിഞ്ഞു പോകും. എന്നാൽ ദൈവത്തിന്റെ വചനമോ അതൊരു നാളും ഒഴിഞ്ഞു പോവുകയില്ല, മാറ്റമില്ലാത്തതാണ്. നാം കൊരിന്ത്യലേഖനത്തിൽ വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എത്ര ഉണ്ട് എങ്കിലും അത് ക്രിസ്തുവിൽ ഉവ്വ് എന്നത്രേ, അല്ലെ? തിമോഥെയോസിന്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, നാം അവിശ്വസ്തരായി ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ നാം അവിശ്വസ്തരായി പാർത്താലും അവൻ വിശ്വസ്തനായി പാർക്കുന്നു. തൻ്റെ സ്വഭാവം നിഷേധിക്കുവാൻ ദൈവത്തിനാകില്ല, അവനാകില്ല. യഹോവയായ ദൈവം മാറാത്തവനാണ്, അവൻ മാറ്റമില്ലാത്തവനാണ്. അപ്പോ ഈ വാഗ്ദത്തം സത്യമാണ് എന്ന് ദൈവം തെളിയിക്കുകയാണ്. അത് മാറുന്നില്ല, അതിന് മാറ്റം സംഭവിക്കുന്നില്ല. ഇനി എബ്രായ ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ നമ്മൾ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അവിടെ 6-ാം അധ്യായം അതിന്റെ 17, 18 വാക്യങ്ങൾ ഒന്ന് വായിച്ചാൽ എന്തുകൊണ്ടാണ് ഈ വാഗ്ദത്തങ്ങൾ മാറുകയില്ല എന്ന് പറയുന്നത്? എബ്രായ ലേഖനം 6-ാം അധ്യായം അതിന്റെ 17, 18 വാക്യങ്ങൾ അവിടെ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട്.
ദൈവം വാഗ്ദത്തത്തിന്റെ അവകാശികൾക്ക് തന്റെ ആലോചന മാറാത്തത് എന്ന് അധികം സ്പഷ്ടമായി കാണിപ്പാൻ ഇച്ഛിച്ച് ഒരു ആണയാൽ ഉറപ്പിച്ചു കൊടുത്തു. അങ്ങനെ നമ്മുടെ മുമ്പിൽ വച്ചിട്ടുള്ള പ്രത്യാശ പിടിച്ചുകൊള്ളുവാൻ ശരണത്തിനായി ഓടി വന്ന നാം മാറിപ്പോകാത്തതും ദൈവത്തിന് ഭോഷ്ക് പറവാൻ കഴിയാത്തതുമായ രണ്ട് കാര്യങ്ങളാൽ ശക്തിയുള്ള പ്രബോധനം പ്രാപിപ്പാൻ ഇടവരുന്നു. ശ്രദ്ധിച്ചോണേ, ദൈവത്തിന്റെ ആലോചന മാറാത്തതാണ്, ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ മാറാത്തതാണ്. മാത്രമല്ല, അത് മാറാത്തതെന്ന് കാണിക്കുവാൻ ദൈവം ഒരു ആണയാൽ ഉറപ്പിച്ചു തന്നിരിക്കുകയാണ്. ദൈവം ഒരു പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. രണ്ട് കാര്യങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ദൈവം കവനന്റ് നടത്തി അല്ലെങ്കിൽ ഉടമ്പടി ചെയ്തു എന്ന് മാത്രമല്ല, ആ ഉടമ്പടി എന്ത് ചെയ്തിരിക്കുകയാണ്? ആണയിട്ടിരിക്കുകയാണ്, പ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ആരെ കൊണ്ടാ ആണയിട്ടിരിക്കുന്നത്? തന്നെ കൊണ്ട് തന്നെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്? അത് ഉറപ്പിച്ചു തന്നിരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ അല്ലെങ്കിൽ ഉടമ്പടികൾ, ദൈവം ഉടമ്പടി തന്നു എന്നുള്ളത് മാത്രമല്ല, ആ ഉടമ്പടി ഒരു ആണ കൊണ്ട് ഉറപ്പിച്ചു തന്നിരിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? ഇത് മാറ്റം വരുവാൻ സാധ്യമല്ല. ഇപ്പൊ ദൈവത്തിന്റെ വാഗ്ദാനവും പ്രതിജ്ഞയും പിൻവലിക്കാനോ റദ്ദ് ചെയ്യാനോ പറ്റാത്തതാണ്. അത് എന്ത് ചെയ്യാൻ പറ്റില്ല? വോയിഡ് ആക്കാനായിട്ട് പറ്റില്ല. കാരണം ദൈവം തന്നെ യൂണിലാറ്ററലായിട്ട് തന്ന ഒരു ഉടമ്പടിയാണ്. മാത്രമല്ല, അതിന്റെ ഉറപ്പായിട്ട് എന്താ തന്നിരിക്കുന്നത്? ആരെക്കൊണ്ടാ ഉറപ്പിച്ചിരിക്കുന്നത്? തന്നെ കൊണ്ട് തന്നെ ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഇതിന് മാറ്റം വരുവാൻ പറ്റില്ല, പിൻവലിക്കാനും പറ്റില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങൾ എല്ലാം അതുപടി തന്നെ നടക്കും. ഓക്കെ. അതുകൊണ്ട് ദൈവത്തിന് മാറ്റമില്ലാത്തത് കൊണ്ട് ഈ ഉടമ്പടികൾ യാഥാർത്ഥ്യമാകുക തന്നെ ചെയ്യും. ഇനി എന്താണ് 3 ഉത്തരങ്ങൾ? ഇവിടെ 6, 7, 8 വാക്യങ്ങളിൽ ആവർത്തിച്ച് ദൈവം തന്റെ വാഗ്ദത്തങ്ങളിൽ നിന്ന് പിന്മാറുന്നുണ്ടോ എന്നുള്ള കാര്യത്തിന് ഇല്ല എന്ന് ആവർത്തിച്ച് ഉത്തരം പറയുന്നു. ശ്രദ്ധിച്ചോളൂ. അവിടെ 6ാമത്തെ വാക്യത്തിൽ ദൈവവചനം വൃഥാവായി പോയി എന്നല്ല. ഒന്നാമത്, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവർ എല്ലാം ഇസ്രായേലർ എന്ന് വരികയില്ല. അപ്പൊ ഇതിന്റെ ഉത്തരം മനസ്സിലാക്കുവാനായിട്ട് ഒന്നാമത് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവർ, അവർ എല്ലാവരും എന്തല്ല ഇസ്രായേലിയർ എന്ന് വരികയില്ല. രണ്ടാമത്തെ കാര്യം, 7ാം വാക്യത്തിൽ അബ്രഹാമിന്റെ സന്തതിയാകയാൽ എല്ലാവരും മക്കളെന്നും വരികയില്ല. ശ്രദ്ധിച്ചോണേ, ഇതെല്ലാം ഒരുപക്ഷെ നമുക്ക് തെറ്റിദ്ധാരണ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ തിരുത്തുന്നത്. എന്താ? അബ്രഹാമിന്റെ സന്തതി ആയതുകൊണ്ട് അവരെല്ലാം എന്താ ദൈവത്തിന് സ്വീകാര്യരാണ് എന്ന് ഒരു ജാതീയമായിട്ടുള്ള ഒരു എത്നിക് ഗ്രൂപ്പ് എന്നുള്ള നിലയിൽ നാം അവരെ കൺസിഡർ ചെയ്തിട്ട് അതിനെ നാം വ്യാഖ്യാനിക്കാറുണ്ട്. അബ്രഹാമിന്റെ സന്തതി ആയതുകൊണ്ട് അവരെല്ലാവരും എന്താ മക്കളെന്നും വരികയില്ല. ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും എന്നേ ഉള്ളൂ 8ാമത്തെ വാക്യത്തിൽ. അതിന്റെ അർത്ഥമോ, ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ അത്രേ എന്ത് പറയുന്നു? സന്തതി എന്ന് എണ്ണും. ഈ 3 വാക്യത്തിൽ നിന്ന് എന്താണെന്ന് നമുക്ക് മനസ്സിലായത്? ദൈവം വാഗ്ദത്തം ചെയ്യുമ്പോൾ ഈ വാഗ്ദത്തത്തിന്റെ അവകാശികൾ ആയിട്ട് ഒരു സമൂഹം അതിന്റെ പിന്നാലെ വരുന്ന അല്ലെങ്കിൽ അതിന്റെ പങ്കാളികളാകുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലല്ല? ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചു അല്ലെങ്കിൽ ജനറ്റിക്കലായിട്ടല്ല ഇതിന് അവകാശിയാകുന്നത്. ഓക്കെ, ഒരു ഉദാഹരണം ഞാൻ പറയാം. ഇന്ന് ക്രിസ്തീയ സമൂഹത്തിൽ എല്ലാവരും ക്രിസ്തു വിശ്വാസികളാണ് എന്ന് നമുക്ക് പറയാൻ പറ്റും? ഒരിക്കലും പറയാൻ പറ്റില്ല. എന്തുകൊണ്ടാ? ക്രിസ്ത്യാനികൾ എന്നറിയപ്പെടുന്ന അനേക സമൂഹങ്ങൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരെല്ലാം വിശ്വാസികളാണ് അല്ലെങ്കിൽ ദൈവമക്കളാണെന്ന് പറയാൻ പറ്റുമോ? പക്ഷെ ലോകത്തിൽ അറിയപ്പെടുന്ന ഇവരെല്ലാം ക്രിസ്ത്യാനികൾ എന്നാണ്. എന്താണ് നാം അതിനകത്ത് വചനത്തിൽ കാണുന്നത്? യേശു കർത്താവിൽ വിശ്വസിക്കുന്നവർ, യേശു കർത്താവിന്റെ ക്രൂശമരണത്തിലൂടെ വീണ്ടും ജനനം പ്രാപിച്ചവർ മാത്രമാണ് ദൈവത്തിന്റെ മക്കൾ. അപ്പൊ ബാക്കിയുള്ള ക്രിസ്ത്യാനികളോ? അവർ ക്രിസ്തുവിന്റെ അനുയായികളെ അല്ല. അപ്പൊ ദൈവത്തിന് ഇങ്ങനെ മക്കൾ പെറ്റു പെരുകി ഒരു സമൂഹം ഉണ്ടാക്കി ആ സമൂഹത്തെ എല്ലാം വീണ്ടെടുത്തു കൊള്ളാം എന്ന് ഒരു വാഗ്ദത്തം എന്തില്ല? ദൈവത്തിനില്ല.
ഇസ്രായേലരും എന്നറിയപ്പെടുന്ന ഇസ്രായേലരുമുണ്ട്, ട്രൂ ഇസ്രായേലരുമുണ്ട്. അത് റോമാലേഖനത്തിൽ തന്നെ അതിന്റെ വിശദീകരണം നൽകുന്നുണ്ട്. എന്താ? അതായത് ഈ ഇസ്രായേൽ എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു മാർഗം പരിച്ഛേദന ചെയ്തവർ അല്ലെ, പരിച്ഛേദന കർമ്മം ചെയ്തവരാണ് ഇസ്രായേലർ എന്ന് പറയുന്നുണ്ട്. അപ്പൊ പരിച്ഛേദന ചെയ്ത എല്ലാവരും ഇസ്രായേൽ മക്കളാകണമല്ലോ. അങ്ങനെയാണെങ്കിൽ പരിച്ഛേദന കർമ്മം നടത്തുന്ന എല്ലാവരും ഈ വാഗ്ദത്തത്തിൽ പങ്കാളികളാണോ? ഒരിക്കലുമല്ല. നമുക്കറിയാം ഒരു 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 വലിയ സമൂഹം പരിച്ഛേദന ഇന്നും നടത്തുന്നുണ്ട്, ഇസ്രായേൽ അല്ലാതെ. ആ കർമ്മം ചെയ്തത് കൊണ്ട് അവർ ഇസ്രായേലാകുമോ? അപ്പൊ ആ കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ല. ഇനി മക്കളുടെ പാരമ്പര്യത്തിലാണെങ്കിൽ, മക്കളുടെ പാരമ്പര്യത്തിൽ അല്ലാത്തവർ എവിടെ വന്നിട്ടുണ്ട്? ഇസ്രായേലിൽ വന്നിട്ടുണ്ട് അല്ലെ. ഡിസെൻഡൻസ് അല്ലാത്തവർ ഇസ്രായേലിൽ വന്നിട്ടുണ്ട്. അവർക്ക് എങ്ങനെ വരാൻ സാധിക്കും? നിക്കോദമോസ് പറയുന്നത് പോലെ വീണ്ടും അമ്മയുടെ ഉദരത്തിൽ കിടന്ന് വീണ്ടും ജനിക്കാമോ? ആ തരത്തിലൊരു ജനന പ്രക്രിയ സാധ്യമല്ല. അപ്പോ ആരാണ് ദൈവം അനുശാസിക്കുന്ന അല്ലെങ്കിൽ ദൈവം വിവക്ഷിക്കുന്ന ഇസ്രായേൽ? ദാറ്റ് ഇസ് ട്രൂ ഇസ്രായേൽ. അത് എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഈ വാഗ്ദത്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് നാം അതിലേക്ക് കടന്നു വരും. അപ്പൊ ഇസ്രായേലിൽ നിന്ന് ഉത്ഭവിച്ചവരെല്ലാം ഇസ്രായേലർ അല്ല. ദൈവത്തിന്റെ ഗണനയിൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ കണക്കുകൂട്ടലിൽ ഈ ജനിച്ചു എന്ന് പറഞ്ഞത് കൊണ്ട് അവർ ഇസ്രായേലായിട്ട് ദൈവത്തിന് പരിഗണനയില്ല. പക്ഷെ നാം കണക്കാക്കുന്നത് എങ്ങനെയാണ്? അവരും ഇസ്രായേൽ. ഇനി അബ്രഹാമിന്റെ സന്തതിയായാൽ എല്ലാവരും മക്കളൊന്നും വരികയില്ല. ഇനി അബ്രഹാമിന് എത്ര മക്കളുണ്ടായിരുന്നു? ഇസ്മായേലും ഇസഹാക്കും ഒക്കെ നമ്മൾ പറയും. അതുകൂടാതെ 6 മക്കളൂടെ ഉണ്ട്, വേറെ 6 മക്കളുണ്ട് അല്ലെ. അപ്പൊ അവരൊക്കെ ഈ പരിഗണനയിൽ വരണ്ടേ? മക്കൾ ആയാൽ ഇസ്രായേലരാകുമെങ്കിൽ അത് പറ്റില്ല. ഇനി യാക്കോബിന്റെ മക്കൾ തന്നെ എടുത്താലും ആ സമൂഹത്തിലും എല്ലാവരും മക്കളാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇനി ആ സമൂഹത്തിൽ ചേർന്ന് വന്ന മറ്റനേകരുണ്ട്. പ്രത്യേകിച്ച് മിസ്രൈമിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്ന സമയത്ത് പോലും അവരുടെ കൂട്ടത്തിൽ ആൾക്കാരുണ്ടായിരുന്നു. ഇനി വേറൊന്നും നോക്കണ്ട, പെന്തക്കോസ്ത് നാളിൽ പ്രസംഗം കേൾക്കുവാനായിട്ട് കടന്നു വന്ന ഒരു സമൂഹമുണ്ട് അല്ലെ. ആ സമൂഹം എന്ന് പറയുന്നത് പല സ്ഥലങ്ങളിൽ നിന്ന് വന്നവരാണ്. അവരിൽ പലരും യഹൂദ മതത്തിലേക്ക് മാർഗം കൂടിയവരാണ് അല്ലെ. അപ്പൊ അവരുടെ ജീനിയോളജി ഒന്നും നമുക്ക് കണ്ടെത്തുവാൻ സാധ്യമല്ല. ഇനി നെഹമ്യാനോട് ചോദിച്ചാൽ അല്ലെങ്കിൽ എസ്രായോട് ചോദിച്ചു കഴിഞ്ഞാൽ ആരാധന പുനഃസ്ഥാപിക്കുന്ന വേളയിൽ ലേവ്യ ഗോത്രത്തിലെ ആ ലൈനൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടി ശ്രമിച്ചു. അപ്പൊ പലരുടെയും ആ പാരമ്പര്യം നോക്കിയപ്പോൾ ശരിയായിട്ട് വരുന്നില്ല. അങ്ങനെയുള്ളവരെ എന്ത് ചെയ്തില്ല? ആ ശുശ്രൂഷയിൽ നിന്ന് അവർ മാറ്റി നിർത്തി അല്ലെ. എന്ന് മാറ്റി നിർത്തിയത് കൊണ്ട് അവർ ഇസ്രായേൽ അല്ല എന്ന് പറയാൻ പറ്റും. അപ്പൊ അതിന്റെ അർത്ഥം കാലാകാലങ്ങളിലായിട്ട് മക്കൾ പരമ്പര അല്ലാതെ തന്നെ ഇസ്രായേൽ സമൂഹത്തിൽ അനേകർ വന്നിട്ടുണ്ട്. ഒരു ഉദാഹരണം ഞാൻ പറയാം. രാഹാബ് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ വിശ്വാസം അർപ്പിച്ചപ്പോൾ ഏത് കുടുംബത്തിൽ ജനനം വഴിയാണ് അവൾ ഇസ്രായേലിന്റെ ഭാഗമായത്? അത് വിശ്വാസത്താലാണ്. അപ്പൊ അബ്രഹാമിന്റെ സന്തതി ആകയാൽ എല്ലാവരും മക്കളൊന്നും വരികയില്ല. ഇനി ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ. ഇത് ഒന്നാമത് നാം മനസ്സിലാക്കേണ്ട വസ്തുതയാണ്. ദൈവത്തിന്റെ മക്കൾ എന്ന് പറയുന്നത് അത് എങ്ങനെയല്ല, ജനറ്റിക്കലായിട്ട് ഉള്ള ഒരു സംവിധാനം അല്ല. ഇന്ന് പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ 3-ാം തലമുറയും 4-ാം തലമുറയും 5-ാം തലമുറയും എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. തലമുറയായിട്ട് നമ്മുടെ സങ്കേതമായിരിക്കുന്നു, ദൈവമായിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം ദൈവത്തിന്റെ മക്കളാണ് എന്ന് എന്തില്ല? അർത്ഥമില്ല. ആരാ ദൈവത്തിന്റെ മക്കൾ? തലമുറയിൽ ജനിക്കുന്നവരല്ല, പിന്നെയോ ക്രിസ്തുവിൽ ജനിക്കുന്നവരാണ് മക്കൾ എന്ന് വരുന്നത്. അപ്പൊ ജഡപ്രകാരമുള്ള ഒരു സമൂഹം എന്ന് പറയുന്നത് അതെന്തല്ല? വാഗ്ദത്ത പ്രകാരമുള്ള സമൂഹമല്ല. വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ എത്രയും സന്തതി എന്ന് എണ്ണുന്നുള്ളൂ. ഓക്കെ. അപ്പൊ ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത് എത്നിക് ഇസ്രായേൽ ഈസ് നോട്ട് ട്രൂ ഇസ്രായേൽ. ജാതീയമായിട്ടുള്ള ഇസ്രായേൽ എന്ന് പറയുന്നത് ദൈവത്തിന്റെ ദൃഷ്ടിയിൽ എന്തല്ല? ശരിയായ ഇസ്രായേൽ അല്ല. പിന്നെയോ അബ്രഹാമിന്റെ വാഗ്ദത്തം, ആ വാഗ്ദത്തത്തിൽ ജനിച്ചവരാണ്, ആ വാഗ്ദത്തത്തിൽ വിശ്വസിക്കുന്നവരാണ് അബ്രഹാമിന്റെ സന്തതി ആകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റൊന്ന്,
അബ്രഹാമിന്റെ ഡിസെൻഡൻസ്, അബ്രഹാമിന്റെ സന്തതി പരമ്പര, അത് അബ്രഹാമിന്റെ മക്കളെന്ന് വിവക്ഷിക്കുന്നതിൽ അർത്ഥം ഇല്ല. ഞാൻ അതിലേക്ക് വരാം, അതിലെ വാക്യങ്ങൾ തരാവുന്നതാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ജഡപ്രകാരം ജനിച്ചവരല്ല ദൈവത്തിന്റെ മക്കൾ, പിന്നെയോ വാഗ്ദത്ത പ്രകാരം ജനിച്ചവരാണ് ദൈവത്തിന്റെ മക്കൾ. എന്നിട്ട് വാക്യങ്ങൾ ഇതിലേക്ക് വെളിച്ചം വീശുന്ന വാക്യങ്ങളായിട്ട് ഉണ്ട്. നമ്മളിവിടെ തന്നെ വായിച്ചു കഴിഞ്ഞതാണ്. ദൈവത്തിന്റെ ഇസ്രായേൽ ആരാണ്? റോമാലേഖനം 2-ാം അധ്യായം അതിന്റെ 28, 29 വാക്യങ്ങൾ. പുറമേ യഹൂദനായവൻ യഹൂദനല്ല. എന്താ? പുറമേ യഹൂദനായവൻ യഹൂദനല്ല. പുറമേ ജഡത്തിലുള്ള പരിച്ഛേദനയുമല്ല. അകമേ യഹൂദനായവൻ അത്ര യഹൂദൻ. അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. ശ്രദ്ധിച്ചോളൂ, ഇതേ പുസ്തകത്തിൽ റോമാലേഖനം 2-ാം അധ്യായത്തില് ദൈവാത്മാവ് വെളിപ്പെടുത്തിയിരിക്കുന്ന കാര്യം. ആരാണ് യഹൂദൻ, അല്ലെങ്കിൽ ആരാണ് ട്രൂ ജ്യൂ എന്ന് പറയുന്നത്? പുറമേ യഹൂദനായവരല്ല, പിന്നെ പുറമേ പരിച്ഛേദനാ കർമ്മം ചെയ്തവനല്ല, പിന്നെന്താ? അകമേ യഹൂദനായവൻ. അക്ഷരത്തിലല്ല ആത്മാവിലുള്ള ഹൃദയ പരിച്ഛേദന അത്രേ പരിച്ഛേദന. അവന് മനുഷ്യരാരല്ല ദൈവത്താൽ തന്നെ പുകഴ്ച ലഭിക്കും. ഓക്കെ, ഇതൊന്നാമത് നമ്മൾ മനസ്സിലാക്കുക. യഹൂദൻ എന്ന് പറയുന്നതോ ഇസ്രായേൽ എന്ന് പറയുന്നതോ ഒരു സന്തതി പരമ്പരയല്ല, പിന്നെയോ ഹൃദയത്തിൽ പരിച്ഛേദന ചെയ്തവരാണ് ശരിയായിട്ടുള്ള യഹൂദൻ, ഇസ്രായേൽ. ഇനി മറ്റൊരു വാക്യം, റോമാലേഖനം 4-ാം അധ്യായം അതിന്റെ 12 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ വേണ്ടതാണ്. അവിടെ അബ്രഹാമിനെ കുറിച്ച് പറയുന്നത്, അബ്രഹാം എപ്പോഴാണ് നീതീകരിക്കപ്പെട്ടത്? അബ്രഹാം എപ്പോഴാണ് വിശ്വാസിയായി തീർന്നത്? അബ്രഹാം വിശ്വാസിയായി തീർന്നത് കൽദയുടെ പട്ടണമായ ഊരിൽ വെച്ച് അവനെ വിളിച്ചപ്പോൾ അവൻ അനുസരിച്ചു, അല്ലെ? ഹി ഒബേഡ് ഗോഡ്. ദൈവത്തിന്റെ വിളിയോട് അവൻ പ്രതികരിച്ചു. അവൻ വിശ്വസിച്ചു, അതവന് നീതിയായിട്ട് കണക്കിട്ടു. അപ്പോ ഈ പരിച്ഛേദന കർമ്മം എപ്പോഴാണ് അബ്രഹാമിന് നൽകുന്നത്? ഇസ്മായേല് ജനിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ കർമ്മം വരുന്നത്. അപ്പൊ അതുവരെ അബ്രഹാം വിശ്വാസി അല്ലായിരുന്നു? വിശ്വാസിയായിരുന്നു. അപ്പൊ പരിച്ഛേദന കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലല്ല വിശ്വാസി അവിശ്വാസിയെ തീരുമാനിക്കുന്നത്. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായിട്ട് കണക്ക്. അപ്പോ അവൻ അഗ്രധർമ്മത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവൻ വിശ്വാസം ഉണ്ടായിരുന്നു. ഇനി പരിച്ഛേദനാകർമ്മം ചെയ്തപ്പോഴോ? അപ്പോഴും അതിന്റെ അടയാളം എന്ന് മാത്രമേ ഉള്ളൂ. അവന്റെ വിശ്വാസത്തിന്റെ അടയാളമായിട്ടാണ് ദൈവം ഈ ഒരു കർമ്മം ഈ ഒരു ജാതിക്ക് നൽകിയത്. അല്ലാതെ ഈ കർമ്മം ചെയ്തിട്ട് നിങ്ങളെല്ലാവരും ഇസ്രായേലിയരായിക്കൊള്ളൂ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. വിശ്വാസത്തിന്റെ ഒരു അടയാളമായിട്ടാണ് ഈ ഒരു കാര്യം നൽകുന്നത്. നമ്മൾ സാധാരണ ഇത് മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പറയുകയാണ്, വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും. അതിനകത്ത് സ്നാനത്തിന്റെ സാങ്കത്യം എന്താണ്? സ്നാനമായിട്ട് രക്ഷിക്കപ്പെടുമോ? ഒരിക്കലുമില്ല. എന്താ? വിശ്വസിക്കുന്നതിന്റെ ബാഹ്യ അടയാളമാണ് സ്നാനം. അതുപോലെ മാത്രമേ ഉള്ളൂ ഈ പരിച്ഛേദനാ കർമ്മം എന്ന് പറയുന്നത്. ഈ പരിച്ഛേദനാ കർമ്മം വിശ്വസിക്കാതെ അനുഷ്ഠിച്ചത് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നാണ് ദൈവാത്മാവ് പറയുന്നത്. ഓക്കെ, റോമാലേഖനം 4:12-16. അഗ്രകർമ്മത്തിൽ വെച്ച് ഉണ്ടായിരുന്ന വിശ്വാസ നീതിക്ക് മുദ്രയായി പരിച്ഛേദന എന്ന അടയാളം അവന് ലഭിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? 2 കാര്യങ്ങൾ. ഒന്ന്, പരിച്ഛേദന കർമ്മം ഇല്ലാതെ ജാതികളിൽ നിന്ന് വിശ്വസിക്കുന്നവർക്ക് ആര് പിതാവാകണം? അബ്രഹാം പിതാവാകണം. 2, പരിച്ഛേദന കർമ്മം ചെയ്ത യഹൂദന്മാരിൽ വിശ്വസിക്കുന്നവര് എന്ത് ചെയ്യണം? അവർക്ക് പിതാവായിട്ട് അബ്രഹാമാണ്. അപ്പോ നിന്നെ ഞാൻ ബഹുജാതികൾക്ക് പിതാവാക്കും എന്ന് പറഞ്ഞതിന്റെ സാരാംശം ഇതാണ്. എന്താ? അബ്രഹാമിന്റെ വിശ്വാസം അംഗീകരിക്കുന്ന ഏതൊരു വ്യക്തിയും അവർക്ക് അബ്രഹാമിന്റെ സന്തതിയായിട്ട് തീരും, അല്ലെങ്കിൽ അബ്രഹാമിന്റെ മക്കളായിട്ട് തീരും. ഇനി അത് യഹൂദന്മാരായാലും ശരി, യഹൂദന്മാരല്ലെങ്കിലും ശരി. അപ്പോ ആ വിശ്വാസത്തെ അംഗീകരിക്കുന്നവരാണ് അബ്രഹാമിന്റെ സന്തതിയാണ്. 13-ാമത്തെ വാക്യം 4:13 ലോകാവകാശി ആകുമെന്നുള്ള വാഗ്ദത്തം അബ്രഹാമിന് അവന്റെ സന്തതിക്കോ ന്യായപ്രമാണത്താലല്ല വിശ്വാസത്തിന്റെ നീതിയാലല്ലോ ലഭിച്ചത്. രണ്ടാമത് പറയുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? അബ്രഹാം ന്യായപ്രമാണത്താലല്ല നീതീകരിക്കപ്പെട്ടത്. അപ്പോ ഒന്ന്, അബ്രഹാം പരിച്ഛേദനയാലല്ല നീതീകരിക്കപ്പെട്ടത്. 2, അബ്രഹാം ന്യായപ്രമാണത്താലല്ല നീതീകരിക്കപ്പെട്ടത്. എന്തുകൊണ്ടാ? ഈ ന്യായപ്രമാണം ലഭിച്ചത് അബ്രഹാം കഴിഞ്ഞിട്ട് 430 വർഷം കഴിഞ്ഞിട്ടാണ് എന്ന് പറയുന്നുണ്ട്.
അപ്പൊ അബ്രഹാം നീതീകരിക്കപ്പെട്ടത് ഇതിനൊക്കെ. അപ്പൊ പരിച്ഛേദന കർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ അബ്രഹാമിന്റെ വിശ്വാസത്തിന് പങ്കാളികളാകില്ല. ന്യായപ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലും എന്താ അബ്രഹാമിന്റെ വിശ്വാസത്തിന് പങ്കാളികളാകില്ല. അബ്രഹാമിന്റെ സന്തതി എന്ന് അറിയപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? അബ്രഹാമിന്റെ വിശ്വാസം ഉള്ളവരാണ് എന്ത് ചെയ്യുന്നത്? അവകാശിയാകുന്നത്. ഓക്കെ, 16-ാമത്തെ വാക്യത്തില് അതുകൊണ്ട് കൃപാദാനം എന്ന് വരേണ്ടതിന് വിശ്വാസത്താൽ അത്രേ അവകാശികളാകുന്നത്. വാഗ്ദത്തം സകല സന്തതിക്കും, ന്യായപ്രമാണം ഉള്ളവർക്ക് മാത്രമല്ല അബ്രഹാമിന്റെ വിശ്വാസം ഉള്ളവർക്കും കൂടെ എന്ന് പറഞ്ഞാൽ ന്യായപ്രമാണം ഇല്ലാതെ അബ്രഹാമിന്റെ വിശ്വാസം ഉള്ളവർക്കും കൂടെ എന്താ ഈ വാഗ്ദത്തം സകല സന്തതിക്കും. ഇത് മനസ്സിലായി കാണുമെന്ന് കരുതുകയാണ്. ഒരു ഉദാഹരണം നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറയാം. യോഹന്നാന്റെ സുവിശേഷം 1:47 വാക്യത്തിൽ ഫിലിപ്പോസ് ചെന്ന നഥനയേലിനോട് പറയുന്നുണ്ട്, എന്താ ഞങ്ങള് മശിഹയെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പോ ഫിലിപ്പോസ് ചോദിക്കുന്നുണ്ട് നഥനയേൽ അവനോട് നസ്രയത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ എന്ന് പറഞ്ഞു. ഫിലിപ്പോസ് അവനോട് വന്ന് കാണുക എന്ന് പറഞ്ഞു. നഥനയേൽ തന്റെ അടുക്കൽ വരുന്നത് യേശു കണ്ടിട്ട് എന്താ പറഞ്ഞത്? ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടം ഇല്ല. എന്തുകൊണ്ടാ അങ്ങനെ പറഞ്ഞു? ഇതാ സാക്ഷാൽ ഇസ്രായേലിയൻ, ഇവനിൽ കപടമില്ല. ഈ സാക്ഷാൽ ഇസ്രായേലിൻ എന്നുള്ള ക്രൈറ്റീരിയയിൽ യേശു കർത്താവ് അവനിൽ പരിശോധിച്ചത് അവന്റെ ജനറ്റിക് ബാക്ക്ഗ്രൗണ്ട് ആണോ? അവന്റെ ബാഹ്യമായിട്ടുള്ള പരിശോധന കർമ്മമാണോ? ഹിസ് ലോയൽറ്റി ടുവേഴ്സ് ദി ലോ അതാണോ? ഇല്ല. സാക്ഷാൽ ഇസ്രായേലിൻ എന്ന നഥനയേലിനെ യേശു കർത്താവ് വിശേഷിപ്പിച്ചതിന് കാരണം എന്ന് പറയുന്നത് നഥനയേലിന്റെ വിശ്വാസത്തെ കണ്ടുകൊണ്ടാണ്, അല്ലെ? ആ വിശ്വാസം പിന്നത്തേതിൽ നഥനയേൽ പ്രഖ്യാപിക്കുന്നുണ്ട്. എന്താ പ്രഖ്യാപിക്കുന്നത്? എന്താ? റബി, നീ ദൈവപുത്രൻ, നീ ഇസ്രായേലിന്റെ രാജാവെന്ന് ഉത്തരം പറഞ്ഞു. നോക്കണേ. ഇനി സക്കായിയുടെ കാര്യം എടുത്താലോ. സക്കായിയുടെ പാരമ്പര്യത്തെ കുറിച്ച് എനിക്കറിയില്ല. പക്ഷെ യേശു കർത്താവിനെ കാണാൻ അവൻ വല്ലാതെ ആഗ്രഹിച്ചു. പക്ഷെ യേശു കർത്താവ് അവനെ മുമ്പേ കണ്ടു. അവന്റെ അടുക്കൽ ചെന്ന് പറയുകയാണ്, എന്താ, ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാവും, അല്ലെ? അതിന്റെ 10-ാമത്തെ വാക്യം ലൂക്കോസിന്റെ സുവിശേഷം 19:10 കർത്താവ് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. ആഹാ, അത് നല്ലൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെ? ഇവനും അബ്രഹാമിന്റെ മകനാകിയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നു. എന്തുകൊണ്ടാ യേശു കർത്താവ് എല്ലാ ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദന്മാരെല്ലാം നോക്കി അങ്ങനെ പറയാത്ത? അപ്പൊ അബ്രഹാമിന്റെ വിശ്വാസം സക്കായിലും കണ്ടതുകൊണ്ടാണ്, ഉളവായത് കൊണ്ടാണ് അവനെ അബ്രഹാമിന്റെ മകൻ എന്ന് പറഞ്ഞത്, അല്ലെ? ഇനി കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ കേട്ട ഒരു ശതാധിപൻ എന്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, അല്ലെ? മത്തായി സുവിശേഷം 8:10-11 വാക്യങ്ങളിൽ അത് കേട്ടിട്ട് യേശു അതിശയിച്ച് പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. ഇവനൊരു പുറജാതിക്കാരനാണ്. ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. തൊട്ടടുത്ത സ്റ്റേറ്റ്മെന്റ് നമ്മൾ കണ്ടതാണ്. എന്താ? കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കും. ഇത് പലപ്പോഴും നമുക്ക് ഈ കൂടെ ഇരിക്കുന്ന കാര്യം വലിയ ബുദ്ധിമുട്ടാകട്ടോ. ഈ കൂടെ ഇരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അംഗീകരിക്കില്ല. നമ്മളോടുകൂടെ അവരിയ്ക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ സ്വീകരിക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ പന്തിക്കിരിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഏതോ ഒരു കുറഞ്ഞ അല്ലെങ്കിൽ ഔട്ട്കാസ്റ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സമൂഹമായിട്ടാണ് യഹൂദന്മാരെ വിശ്വാസികൾ എന്ന് പരിഗണിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവരോടുകൂടെ പന്തിക്കിരിക്കുമെന്നാണ്. ആരോടുകൂടെ? അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ അനേകർ വന്ന് പന്തിക്കിരിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. നാം ലോകത്തിൽ ദൈവമില്ലാത്തവരായിരുന്നു, എന്നാൽ ഇസ്രായേലിൽ ഒരു ദൈവം ഉണ്ടായിരുന്നു, അല്ലേ? ആ ദൈവത്തെ കണ്ടെത്തുവാൻ ഭാഗ്യം ലഭിച്ചവരാണ് നാം ഓരോരുത്തർ. അവർ ഇന്ന് മശിഹയെ തിരസ്കരിക്കുന്നു, ശരിയാണ്. പക്ഷേ ഇവിടെ അവരോടുകൂടെ പന്തിക്കിരിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. ഗലാത്യ ലേഖനം 6:15-16 വാക്യങ്ങൾ. പരിച്ഛേദനയല്ല, അഗ്രചർമ്മവുമല്ല, പുതിയ സൃഷ്ടി അത്രേ കാര്യം. ശ്രദ്ധിച്ചോണേ, ഇതൊന്നുമല്ല. ഇതൊക്കെ വെറും അടയാളങ്ങൾ മാത്രമാണോ?
എന്നാൽ പുതിയ സൃഷ്ടിയാണ് കാര്യം, വിശ്വാസമാണ് കാര്യം. അബ്രഹാമിന്റെ സന്തതിയാക്കി മാറ്റുന്നത് വിശ്വാസത്താലാണ്. വാഗ്ദത്തം അവകാശമാകുന്നത് വിശ്വാസത്താലാണ്. 16-ാമത്തെ വാക്യം, ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന എല്ലാവർക്കും ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ഗലാത്യലേഖനം 6:16. അപ്പൊ ഈ പ്രമാണം അനുസരിച്ച് നടക്കുന്ന ഏവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിന്റെ പ്രമാണം അനുസരിച്ച് നടക്കുന്നവർ ദൈവത്തിന്റെ ഇസ്രായേലാണ്. ദൈവത്തിന്റെ ഇസ്രായേലിനും സമാധാനവും കരുണയും ഉണ്ടാകട്ടെ. ഓക്കെ, അപ്പം അബ്രഹാമിന്റെ സന്തതി എന്ന് പലപ്പോഴും യേശു കർത്താവിന്റെ ജീവകാലത്ത് പലരുമൊക്കെ വീമ്പിളക്കിയിട്ടുണ്ട്. ഞങ്ങൾ അബ്രഹാമിന്റെ സന്തതി, ഞങ്ങൾ ആർക്കും എന്തില്ല, അടിമകളായിട്ട് ഇരുന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. സ്നാപകനോടും വന്ന് ചിലരൊക്കെ പറഞ്ഞു, സ്നാപക യോഹന്നാനോട്. ലൂക്കോസിന്റെ സുവിശേഷം 3:8 വാക്യത്തിന് എന്താ, മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്പിൻ, അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട് എന്ന് ഉള്ളം കൊണ്ട് പറവാൻ തുനിയരുത്. അബ്രഹാമിന് ഈ കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഓ, അബ്രഹാം ഞങ്ങൾക്ക് പിതാവുണ്ട് എന്ന് പറഞ്ഞിട്ട് വിശ്വാസമില്ലാതെ ഒരു സമൂഹം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരാണ് യേശു കർത്താവിനെ റിജക്ട് ചെയ്തത്. അബ്രഹാം ഞങ്ങൾക്ക് പിതാവായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമല്ല. ദൈവത്തിന് അബ്രഹാമിന് മക്കളെ ഉണ്ടാക്കാൻ നിങ്ങളൊന്നും വേണ്ട. കല്ലുകളിൽ നിന്ന് മക്കളെ ഉളവാക്കുവാൻ ദൈവത്തിന് കഴിയും. ഒരു ഉദാഹരണം കൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിൽ ഞാൻ പറഞ്ഞു. അത് യേശു കർത്താവ് താൻ തന്നെ പറഞ്ഞ ഒരു ദൃഷ്ടാന്തത്തിലുള്ളതാണ്. ധനവാന്റെയും ലാസറിന്റെയും ദൃഷ്ടാന്തം നമുക്കറിയാം. ധനവാൻ ഒരുപക്ഷെ ഈ സമൂഹത്തില് വളരെ പ്രസിദ്ധനായിരിക്കും. അവനൊരു യഹൂദനായിരിക്കാനുള്ള സകല സാധ്യതയും അവിടെ ഉണ്ട്. ലാസറിനെ കുറിച്ച് മറ്റു പാരമ്പര്യങ്ങളൊന്നും പറയുന്നില്ല. എന്നാൽ മരണശേഷം എന്താണ്, ഇവർ രണ്ട് സ്ഥാനത്തേക്ക് മാറ്റപ്പെട്ടു. ലാസർ അബ്രഹാം പിതാവിന്റെ മടിയിലേക്ക് കടന്നുപോയി. എന്താണ് അബ്രഹാം പിതാവിന്റെ മടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യഹൂദന്മാരുടെ ഒരു ചിന്താ രീതിയാണ്. അത് മരണശേഷം സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് വിശ്വാസമുള്ളവർ അല്ലെങ്കിൽ ശരിക്കുമുള്ള ദൈവമക്കൾ എവിടെ പോവും? അബ്രഹാമിന്റെ മടിയിൽ പോവും. കാരണം അബ്രഹാമാണല്ലോ വിശ്വാസികളുടെ പിതാവ്. അതിന് അബ്രഹാമിന്റെ മടി എന്ന് പേരാ കൊടുത്തിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാതാളത്തിന്റെ മുകൾ വശമാണ് ആ കാലഘട്ടത്തിൽ. അപ്പൊ അവിടെയാണ് നീതിമാന്മാർ പോകുന്നത്. ഇനി നീതിമാന്മാരല്ലെങ്കിൽ ദുഷ്ടന്മാർ എവിടെയാ പോകുന്നത്? അധമ പാതാളത്തിലാണ് പോകുന്നത്. ഇതാണ് അവരുടെ കാഴ്ചപ്പാട്. ഇനി എന്താണ് ഈ ഒരു കാഴ്ച? അവിടെ ചെന്നിട്ട് ധനവാൻ കാണുന്ന കാഴ്ച. ധനവാൻ കാണുന്ന കാഴ്ച ആരെയാ കാണുന്നത്? അബ്രഹാം പിതാവിനെ കാണും. ഓ, ഇതൊരു വല്ലാത്തൊരു കാഴ്ചയായിപ്പോയി. ഇദ്ദേഹം ഇത്രയും കാലം ചിന്തിച്ചിരുന്നത്, ഞാൻ ഈ സമൂഹത്തിൽ ജനിച്ചത് കൊണ്ട് ഞങ്ങളുടെ പിതാവാണ് അബ്രഹാം, അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എവിടെ പോകും? അബ്രഹാം പിതാവിന്റെ അടുക്കിലേക്ക് ഞാൻ കടന്നു പോകും എന്ന് അവൻ ധരിച്ചിരുന്നു. പക്ഷെ മരണശേഷം കാര്യങ്ങളൊക്കെ തകിടം മറിഞ്ഞു. മുകളിലോട്ട് നോക്കിയപ്പോൾ തന്റെ വാതിൽപ്പുരക്കൽ ഉണ്ടായിരുന്ന ലാസർ അബ്രഹാം പിതാവിന്റെ മടിയിൽ ഇരിക്കുന്നുണ്ട്. 3 പ്രാവശ്യം ഈ ധനവാൻ അബ്രഹാം പിതാവേ അബ്രഹാം പിതാവേ എന്ന് വിളിച്ചു. എത്ര പ്രാവശ്യം? 3 പ്രാവശ്യം. 3 പ്രാവശ്യം. പക്ഷെ 3 പ്രാവശ്യവും പാവം ഈ മകനെ റിജക്ട് ചെയ്തു. ആരാ? യഹൂദനായ, ആ പാരമ്പര്യത്തിൽ ജനിച്ച് ആ പാരമ്പര്യം അനുസരിച്ച് വളർന്ന ഈ ധനവാനെ റിജക്ട് ചെയ്തു 3 പ്രാവശ്യം. എന്തേ? ജഡത്താൽ ജനിച്ചാൽ മതിയോ? പാരമ്പര്യത്താൽ ജനിച്ചാൽ മതിയോ? ആ കുലത്തിൽ ജനിച്ചത് കൊണ്ട് ഇസ്രായേലിയർ ആകുമോ? ദൈവം അംഗീകരിക്കുമോ? ഇല്ല, ഇല്ല, ഇല്ല. അപ്പൊ റോമാലേഖനം 9-ാം അധ്യായം 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ 3 പ്രാവശ്യം അടിവരയിട്ട് പറയുന്ന കാര്യം യേശു കർത്താവ് സാക്ഷ്യപ്പെടുത്തുകയാണ്. അത് വാസ്തവമാണ്. എന്താ? അബ്രഹാമിന്റെ മക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡപ്രകാരം ജനിക്കുന്നവരല്ല. എന്താ ഈ ഇദ്ദേഹം പറയുന്നത്? ലാസറിന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കണമേ. എന്താ അബ്രഹാം പിതാവ്? ഇല്ല. അവിടുന്ന് ആർക്കും ഇങ്ങോട്ടും വരാൻ പറ്റില്ല, അങ്ങോട്ടും വരാൻ പറ്റുകയില്ല, വലിയ പിളർപ്പ് ഉണ്ട്. ഓക്കെ. ഇനി രണ്ടാമത്തെ ചോദ്യം, അല്ലല്ല അബ്രഹാം പിതാവേ, ഒരു കാര്യം ചെയ്യണം, എന്റെ 5 സഹോദരന്മാരുണ്ടല്ലോ, അവരുടെ അടുക്കലേക്ക് ആരെ അയക്കണം? ഈ ലാസറിനെ ഒന്ന് അയക്കണം അബ്രഹാം പിതാവേ. രണ്ടാമത്തെ റിക്വസ്റ്റ് ആണ്. എന്താ? അവരുടെ അടുക്കൽ ചെന്നുവെങ്കിൽ അവർ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. അപ്പൊ ഈ ധനവാന് കാര്യം പിടികിട്ടി. എന്തുകൊണ്ടാണ് ഈ ധനവാൻ ഈ യാതനാ സ്ഥലത്ത് വന്നത്?
അവന് മനസ്സിലായി. അവൻ എന്ത് ചെയ്തില്ല? അവൻ ആ കുലത്തിൽ പിറന്നു, ജഡപ്രകാരം ആ കുലത്തിൽ ജനിച്ചു, ശരിയാണ്. പക്ഷേ അവൻ എന്ത് ചെയ്തില്ല? മാനസാന്തരപ്പെട്ടില്ല. അതവന് മനസ്സിലായി. അതുകൊണ്ട് ലാസറിനെ അയക്കണമെന്നാണ് പറയുന്നത്. എന്താ മറുപടി? അവിടെ ആരുണ്ട്? മോശയും പ്രവാചകന്മാരും ഒക്കെ ഉണ്ട്. അവരുടെ വാക്ക് കേൾക്കാഞ്ഞാൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് ചെന്നാലും എന്ത് ചെയ്യില്ല? വിശ്വസിക്കയില്ല. ശ്രദ്ധിച്ചോണേ, ഈ ധനവാനും ലാസറും എന്നുള്ള ഈ ഒരു ഇതിനകത്ത് ഒരു വലിയ സത്യം ദൈവാത്മാവ് പഠിപ്പിക്കുന്നുണ്ട്. എന്താ? നീ മാനസാന്തരപ്പെട്ടില്ല, നീ വിശ്വസിച്ചില്ല, നീ അബ്രഹാമിന്റെ കുലത്തിൽ ജഡപ്രകാരം ജനിച്ചു എന്നുള്ളത് കൊണ്ട് നീ സ്വീകാര്യനാകില്ല. നീ സ്വീകാര്യനാകാത്തതിന്റെ കാരണം നീ ഇസ്രായേൽ കുടുംബത്തിൽ ജനിച്ചില്ലയോ എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല. നീ മാനസാന്തരപ്പെട്ടുവോ, വിശ്വസിച്ചുവോ, അതിന്റെ അടിസ്ഥാനത്തിലാണ് അബ്രഹാമിന്റെ സന്തതിയായിട്ട് ഒരു വ്യക്തിയെ പരിഗണിക്കുന്നത് എന്നുള്ളത് നാം തിരിച്ചറിയുക. യോഹന്നാന്റെ സുവിശേഷം 8:37-39 വാക്യങ്ങളിൽ യേശു കർത്താവിനോട് എതിരിടുന്ന ഒരു സമൂഹത്തോട് സംസാരിക്കുന്ന കാര്യമാണ്. എന്താ? നിങ്ങൾ അബ്രഹാമിന്റെ സന്തതി എന്ന് ഞാൻ അറിയുന്നു, എങ്കിലും എന്റെ വചനത്തിന് നിങ്ങളിൽ ഇടമില്ലായക കൊണ്ട് നിങ്ങൾ എന്നെ കൊല്ലുവാൻ നോക്കുന്നു. അപ്പോ നിങ്ങൾ ജഡപ്രകാരം ആരിൽ ജനിച്ചതാണ്? അബ്രഹാമിൽ ജനിച്ചവരാണ്. പക്ഷേ എന്റെ വചനം നിങ്ങൾ സ്വീകരിക്കുന്നില്ല. പിതാവിന്റെ അടുക്കൽ കണ്ടിട്ടുള്ളത് ഞാൻ സംസാരിക്കുന്നു, നിങ്ങളുടെ പിതാവിനോട് കേട്ടിട്ടുള്ളത് നിങ്ങൾ ചെയ്യുന്നു എന്ന് ഉത്തരം പറയുന്നു. അവർ അവരോട് അബ്രഹാം ആവുന്നു ഞങ്ങളുടെ പിതാവ്. ഈ വ്യക്തികൾ പറയും അബ്രഹാം ആവുന്നു ഞങ്ങളുടെ പിതാവ്. കർത്താവിന്റെ മറുപടി ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ അബ്രഹാമിന്റെ മക്കളെങ്കിൽ അബ്രഹാമിന്റെ പ്രവൃത്തികളെ ചെയ്യുമായിരുന്നു. ഞാനോ സത്യം പറയുന്നുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്താ അബ്രഹാമിന്റെ പ്രവൃത്തി? അബ്രഹാം വിശ്വസിച്ചു. നിങ്ങൾ എന്തുകൊണ്ട് അബ്രഹാമിന്റെ മക്കളാകാതിരിക്കുന്നത്? നിങ്ങൾ വിശ്വസിക്കുന്നില്ല. നിങ്ങൾ മക്കളായിരുന്നു എങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? ഈ വചനങ്ങളെ നിങ്ങൾ വിശ്വസിക്കുമായിരുന്നു, അല്ലെ? നിങ്ങൾ വിശ്വസിക്കാത്തത് എന്ത്? ദൈവസന്തതി ആയവൻ ദൈവവചനം കേൾക്കുന്നു. നിങ്ങൾ ദൈവസന്തതി അല്ലായക കൊണ്ട് എന്ത് ചെയ്യുന്നില്ല? കേൾക്കുന്നു. അപ്പോ ഈ ഒരു സമൂഹത്തിൽ ജനിച്ചതുകൊണ്ട് അവരെല്ലാം സ്വീകാര്യരല്ല. അപ്പോ എല്ലാ ഇസ്രായേലരും സാക്ഷാൽ ഇസ്രായേലരല്ല. അബ്രഹാമിന്റെ സന്തതി ആയവരെല്ലാം സാക്ഷാൽ സന്തതി അല്ല. പിന്നെ അബ്രഹാമിൽ നിന്ന് ജനിച്ചു എന്നത്, ജഡപ്രകാരം ജനിച്ചു എന്നുള്ളത് കൊണ്ട് അവർ ദൈവമക്കളെന്നും വരികയില്ല. ഇതൊരു വലിയ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ്. നമ്മൾ ജാതീയമായിട്ട് ഒരു രക്ഷയെക്കുറിച്ചും ജാതീയമായിട്ട് ഒരു അംഗീകരണത്തെക്കുറിച്ചും ഒക്കെ നാം ചിന്തിക്കുന്നുണ്ട്. എന്നാൽ ദൈവം ഒരു വ്യക്തിയെ അംഗീകരിക്കുന്നത് ജാതീയമായിട്ടല്ല, പിന്നെയോ വംശപരമായിട്ടല്ല, ജനറ്റിക്കലായിട്ടല്ല, പിന്നെയോ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അങ്ങനെ തന്നെയാണ്. ഈ കാണുന്ന യഹൂദന്മാരിൽ വിശ്വസിക്കുന്നവർ ആരൊക്കെയുണ്ടോ അവരൊക്കെ എന്താ? ആ സാക്ഷാൽ യഹൂദന്മാരാണ്. ഇനി ജാതികളിലോ അവരും വിശ്വസിക്കുന്നെങ്കിൽ അവരാണ് സാക്ഷാൽ ഇസ്രായേല്. ഫിലിപ്പിയ ലേഖനം 3:3 വാക്യം പൗലോസ് പറയണം, നാമല്ലോ പരിച്ഛേദനക്കാർ. എന്താ? അപ്പൊ പൗലോസിന്റെ ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ടല്ലേ, യഹൂദന്മാരിൽ നിന്ന് വന്ന പരിച്ഛേദന ഏറ്റവർ. അവരാണ് ഉദ്ദേശിക്കുന്നത്. നാമല്ലോ പരിച്ഛേദനക്കാർ. ഇല്ല, ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പൊ ഇതാണ് ട്രൂ സർക്കംസിഷൻ എന്ന് പറയുന്നത്. ശരിക്കുള്ള പരിച്ഛേദന എന്ന് പറയുന്നത് ഇതാണ് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പ്രിയമുള്ളവരെ, വിശ്വാസത്താലാണ് എന്താ? അബ്രഹാം മുഖാന്തരമുള്ള വാഗ്ദത്തത്തിനും അബ്രഹാമിലുള്ള വിശ്വാസത്തിനും നാം പങ്കാളികളായിട്ട്. ഒരു വാക്യം കൂടെ വായിച്ച നടത്തെ ചിന്ത നമുക്ക് അവസാനിപ്പിക്കാം. ഗലാത്യ ലേഖനം 4:21 മുതൽ 31 വരെ വാക്യമാണ്. എല്ലാം നമ്മൾ വായിക്കുന്നില്ല. ഗലാത്യ ലേഖനം 4-ാം 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. അവിടെ 2 അമ്മമാരെ കുറിച്ച് പറയുന്നുണ്ട്, 2 ജനനത്തെ കുറിച്ച് പറയുന്നുണ്ട്, 2 നിയമത്തെ കുറിച്ച് പറയുന്നുണ്ട്, 2 യെരൂശലേമിനെ കുറിച്ച് പറയുന്നുണ്ട്, 2 അവസ്ഥകളെ കുറിച്ച് പറയുന്നു. ഹാഗാറിന്റെ സന്തതിയെയും സാറായുടെ സന്തതിയെയും താരതമ്യം ചെയ്തുകൊണ്ട് പറയുന്ന കാര്യമാണ് അവിടെ. 2 അമ്മമാർ, ഒന്ന് ദാസി, മറ്റേത് സ്വതന്ത്ര. 2 ജനനങ്ങൾ, ഒന്ന്
വാഗ്ദത്ത പ്രകാരമുള്ള ജനനം ഇസഹാക്കിന്റെ ജനനം. ജഡപ്രകാരമുള്ള ശാരീരിക ജനനം നാച്ചുറൽ ബർത്ത് അതാരുടെയാണ്? ഇസ്മായേലിന്റെ ജനനം. രണ്ട് നിയമങ്ങൾ എന്ന് പറയുന്നത്, ഒരു നിയമം എന്ന് പറയുന്നത് സീനായിൽ നിന്ന് ഉത്ഭവിച്ച്, സീന അവിടെ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്, സീനായിൽ നിന്ന് ഉത്ഭവിച്ച് അറേബ്യയിലെ യെരുശലേം, അത് ഇന്നത്തെ യെരുശലേമിനോട് ഒക്കുന്നു. ഓക്കെ, അറേബ്യയിലെ സീനായിൽ ഉത്ഭവിച്ച് അത് ഇന്നത്തെ യെരുശലേമിനോട് ഒക്കുന്നു. അതൊരു നിയമമാണ്. മറ്റേ ഒന്ന് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിവൈൻ, ദൈവികമായിട്ടുള്ള ഒരു നിയമം, ഉയരത്തിലെ നിയമത്തെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്. രണ്ട് യെരുശലേമിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് ഇസ്രായേലിലെ ഒരു യെരുശലേമിനുണ്ട്, മറ്റൊന്ന് മീതെയുള്ള യെരുശലേം, നമ്മുടെ മേലിലുള്ള യെരുശലേമേ എന്നുള്ള പാട്ടൊക്കെ നമ്മൾ പാടാറുണ്ട് അല്ലേ? മേലുള്ള യെരുശലേമേ കാലമില്ല. ഈ മേലുള്ള യെരുശലേം എന്താണ്? ഈ ഗലാത്യ ലേഖനത്തിൽ നിന്നാണ് ആ ആശയം എടുത്തിരിക്കുന്നത്. ഓക്കെ, ഗലാത്യ ലേഖനം 4:26 വാക്യം, മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. അമ്പ യെരുശലേം എന്നുള്ള പാട്ടൊക്കെ കേട്ടിട്ട് അതിനെക്കുറിച്ച് വല്ലാതെ തെറ്റിദ്ധരിക്കുന്ന ആൾക്കാരുണ്ട്. എന്താണ് സൈമൺ സാർ അങ്ങനെ പാടിയത്? അമ്പ യെരുശലേം അമ്പരിൻ കാഴ്ച, മീതെയുള്ള യെരുശലേമോ സ്വതന്ത്രയാകുന്നു, അവൾ തന്നെ നമ്മുടെ അമ്മ. സോ വി ആർ ബോൺ ഫ്രം അബവ്, നാം ഉയരത്തിൽ നിന്ന് ജനിച്ചവരാണ്. 28 വാക്യം, നാമോ സഹോദരന്മാരെ ഇസ്ഹാക്കിനെ പോലെ വാഗ്ദത്തത്താൽ ജനിച്ച മക്കളാകുന്നു. നാം വാഗ്ദത്തത്താൽ ജനിച്ചവരാണ്, അല്ല ജഡപ്രകാരം ജനിച്ചവര് അല്ല. 31 വാക്യം, അങ്ങനെ സഹോദരന്മാരെ നാം ദാസിയുടെ മക്കളല്ല സ്വതന്ത്രയുടെ മക്കളത്രേ. നാം ഈ 3 വാക്യങ്ങൾ ചിന്തിച്ചപ്പോൾ ഇവിടെ വ്യക്തമാക്കുന്ന ഒരു കാര്യം, അത് മാത്രം ഇന്ന് നാം ഉറപ്പിച്ചാൽ അതൊരു വലിയ സന്ദേശമായിരിക്കും എന്ന് ഞാൻ കരുതുകയാണ്. എന്താണ്? ദൈവത്താൽ അംഗീകരിക്കപ്പെടുന്നത്, വിശ്വാസം എന്ന് പറയുന്നത് ജനറ്റിക്കലായിട്ട് വ്യാപരിക്കുന്ന ഒരു പ്രക്രിയയാണ്. ഒരു ജാതീയമായിട്ട്, ഒരു സമൂഹമായിട്ട് ഉള്ള ഒരു വീണ്ടെടുപ്പിനെ കുറിച്ചോ അംഗീകരണത്തെ കുറിച്ചോ വേദപുസ്തകത്തിൽ പറയുന്നില്ല. ദൈവത്തിന് ഒരു വ്യക്തിയെ സ്വീകരിക്കണമെങ്കിൽ അവൻ വിശ്വാസത്താൽ ജനിച്ചേ മതിയാകും. അബ്രഹാമിന്റെ സന്തതിയായിട്ട് തീരണമെങ്കിൽ അബ്രഹാമിന്റെ വിശ്വാസം അവരിൽ ഉണ്ടായേ മതിയാകൂ. ഇനി ശരിക്കും ദൈവത്തിന്റെ മക്കൾ എന്ന് പറയണമെങ്കിൽ അവൻ വാഗ്ദത്തത്താൽ ജനിച്ചവനായിരിക്കണം. വാഗ്ദത്തം അവൻ്റെതായിട്ട് മാറണം. ആ വാഗ്ദത്തം ആർക്കാണ് ലഭിക്കുന്നത്? അബ്രഹാമിന്റെ വിശ്വാസം ഉള്ളവർക്കാണ് വാഗ്ദത്തം ലഭിക്കുന്നത്. അല്ലാതെ ജഡപ്രകാരമല്ല അത് ലഭിക്കുന്നത്. നാം വായിച്ച ഭാഗത്ത് അതിന്റെ 8ാമത്തെ വാക്യത്തിൽ അതിന്റെ അർത്ഥമോ, ജഡപ്രകാരം ജനിച്ച മക്കളല്ല ദൈവത്തിന്റെ മക്കൾ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കൾ അത്രേ സന്തതി എന്ന് എണ്ണുന്നു. അപ്പൊ ജഡപ്രകാരമുള്ള ഒരു ജനനം എന്തല്ല, ദൈവത്തിന്റെ വിശ്വാസത്തിന്റെ അംഗീകരണമായിട്ടോ സ്വീകാര്യമായിട്ടോ നീതീകരണത്തിന് അടിസ്ഥാനമായിട്ടോ ദൈവം എടുക്കുന്നില്ല. അപ്പൊ ഇന്നത്തെ സമൂഹത്തില് ഇസ്രായേൽ അല്ലെങ്കിൽ യഹൂദന്മാർ എന്ന് നമ്മൾ പറയുമ്പോൾ ദൈവം അറിയുന്ന, ദൈവം അംഗീകരിക്കുന്ന യഹൂദന്മാർ, ഇസ്രായേൽ അല്ലെങ്കിൽ അബ്രഹാമിന്റെ സന്തതി എന്ന് പറയുന്നത് ആരാണ്? വിശ്വാസത്താൽ ദൈവത്തെ അംഗീകരിക്കുന്നവർ മാത്രമാണ്. ജഡപ്രകാരമുള്ള ജനനം ദൈവത്തിന് അംഗീകാരമല്ല. അപ്പൊ അതുകൊണ്ടാണ് ഒരു ശേഷിപ്പിനെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ഈ കാലത്തിലും കൃപയാലുള്ള തിരഞ്ഞെടുപ്പിൻ പ്രകാരം ഒരു ശേഷിപ്പ് ഉണ്ട്. ഏതുപോലെ 11-ാം അധ്യായത്തിൽ പറയുകയാണ്, ഏലിയാവിന്റെ കാലഘട്ടത്തിൽ ഏലിയാവ് താൻ മാത്രമുണ്ട് എന്ന് വാദിച്ചപ്പോൾ, ഇല്ല ഏലിയാവേ, ബാലിന് മടങ്ങാത്ത മുട്ടുള്ള 7000 പേരെ നിനക്കായി ശേഷിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഇത് ദൈവത്തിന്റെ അറിവിലുള്ള കാര്യമാണ്. നാം പലപ്പോഴും പലരെ അറിയുന്നില്ല. അവർ വളരെ സ്കാറ്റർ ചെയ്ത് പല സ്ഥലങ്ങളിലുമാണ്. ശരിക്കുമുള്ള വിശ്വാസം, യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ, ഞാൻ എനിക്കുള്ള ആടുകളെ അറിയുന്നു, ആ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ആ ആടുകൾ എന്നെ അനുഗമിക്കുന്നു, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത ആടുകളും എനിക്ക് ഉണ്ട്, അവരെയും ഞാൻ എന്ത് ചെയ്യേണ്ടതാകുന്നു? പരിപാലിക്കേണ്ടതാകുന്നു. ഒരിടയനും ഒരാട്ടിൻകൂട്ടവും ആകും. ഇത് ദൈവത്തിന്റെ പദ്ധതിയാണ്. ഇത് വചനത്തിൽ തെളിവായിട്ട് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ഒരുമിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് വിശ്വാസത്താൽ ദൈവമക്കളായിട്ട് തീരുവാൻ, വിശ്വാസത്താൽ വാഗ്ദത്തത്തിന് അവകാശിയായിട്ട് തീരുവാൻ, വിശ്വാസത്താൽ
ഉള്ള ഒരു ജനനം ആവശ്യമാണ്. അത് മാത്രമേ നീതീകരണത്തിന് അടിസ്ഥാനമായിട്ട് ദൈവത്തിന് സ്വീകാര്യമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ വാഗ്ദത്തം പരാജയപ്പെട്ടുവോ, അത് ഫെയിലായോ, ഉപേക്ഷിച്ചോ ഒരു നാളുമില്ല. ഇന്നുമുണ്ട്, എന്നുമുണ്ട്, ഇനിയും ഉണ്ടാകും. അല്ലെ? എന്തുകൊണ്ടാ കർത്താവ് തന്റെ വരവ് താമസിപ്പിക്കുന്നത്? ചിലരുകൂടെ മാനസാന്തരപ്പെടണം എന്ന് ദീർഘക്ഷമ കാണിച്ച് അവൻ അവസരങ്ങളെ നൽകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഈ രാത്രികാലം ദൈവത്തിന്റെ വലിയ പദ്ധതിയുടെ മുമ്പാകെ, വലിയ വീണ്ടെടുപ്പിന്റെ മുമ്പാകെ, കൃപയാൽ, വിശ്വാസത്താൽ, യേശു കർത്താവിന്റെ ക്രൂശിങ്കലുള്ള ആശ്രയത്താൽ ഏത് വ്യക്തിക്കും കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുവാനുള്ള ആഹ്വാനം, ഇത് നമ്മെ ഏറ്റവും കൂടുതൽ വിനയപ്പെടുത്തേണ്ട വസ്തുതയാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രശംസിക്കുവാൻ ഒന്നുമില്ലാതിരിക്കെ, പുറജാതി നായ്ക്കളായിരിക്കെ, ഇസ്രായേൽ പൗരതോട് യാതൊരു സമ്പത്തവും ഇല്ലാത്തവരായിരിക്കെ, ദൈവമില്ലാത്തവരായിരിക്കെ, ന്യായപ്രമാണവും വാഗ്ദത്തങ്ങളും ഒന്നുമില്ലാതിരിക്കെ അബ്രഹാമിന്റെ സന്തതി എന്ന് വിളിക്കുവാൻ, ദൈവം അംഗീകരിക്കുന്ന നിലയിലേക്ക് നമ്മെ രൂപാന്തരപ്പെടുത്തുവാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ദൈവത്തിന്റെ വലിയ കൃപയുടെ മുമ്പാകെ, കരുണയുടെ മുമ്പാകെ നമ്മുടെ ഹൃദയങ്ങളെ വിനയപ്പെടുത്താം. അവന്റെ നാമം ഇന്ന് വന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ആമേൻ.